വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 75-ാമത്തെ വാക്യം ഞാൻ വായിക്കും. എന്നാൽ കോഴി കൂകും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. പ്രാർത്ഥന. ഞങ്ങൾ ഇതുവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ രാത്രിക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഭദ്രാസന കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന മഹാദയക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അഭിമുഖ തിരുമേനിക്കായി, വന്യ വൈദികർക്കായി, വന്യ ജനത്തിനായി അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുടെ ധ്യാനം ഞങ്ങളുടെ ജീവിതത്തെ ആത്മശോധന ചെയ്യുന്നതിന് ഇടയാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. വിനയത്തോടെ തന്നെ സന്നിധിയിരിക്കുവാനും ദൈവജനം ശ്രമിക്കുവാനും ഞങ്ങൾ ഇടയാക്കണം. ബലഹീനരായ ഇടയെ ബലപ്പെടുത്തണം. കേൾക്കുന്നതിന് മക്കളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് പ്രവർത്തിക്കണം. യേശുവിന്റെ തന്നെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. മാർട്ടിൻ അൽഫോൻസ് ലോകപ്രസിദ്ധനായ കൺവെൻഷൻ പ്രസംഗകൻ. മലയാള കൺവെൻഷനുകളൊക്കെ ധാരാളം പ്രാവശ്യം വന്ന് പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഞാൻ ഷിക്കാഗോയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഷിക്കാഗോ മാത്രമായിട്ട് പോയി നടന്ന വാർഷിക കൺവെൻഷനിലെ മുഖ്യ പ്രസംഗകനായിരുന്നു മാർട്ടിൻ അൽഫോൻസ്. മാർട്ടിൻ ആദ്യ രാത്രി പ്രസംഗം തുടങ്ങിയപ്പോൾ ഒരു കഥ പറഞ്ഞാണ് തുടങ്ങിയത്. കഥയുടെ പേര് തന്നെ 1994 എന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നത്തെ മാർത്തോമാ സമൂഹത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ഒരു കഥ. അമേരിക്കയുടെ പട്ടണത്തിൽ ഒരു വലിയ കാർണിവൽ നടക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ കാർണിവലിൽ പങ്കെടുക്കാനായി ധാരാളം ആളുകൾ വളരെ നേരത്തെ തന്നെ ക്രമീകരണങ്ങൾ ചെയ്ത് ഹോട്ടലുകളെല്ലാം ബുക്ക് ചെയ്ത് ഗംഭീരമായ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവസാന നിമിഷം 3 ചെറുപ്പക്കാർ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ പട്ടണത്തിലേക്ക് എത്തുകയാണ്. അവിടെ അവർ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരിടത്ത് പോലും താമസ സൗകര്യം അവൈലബിൾ അല്ല. ചെന്നിടത്തെല്ലാം ഹൗസ്ഫുൾ എന്ന മെസ്സേജ് മാത്രമാണ് കിട്ടാനുള്ളത്. നിരാശരായി മടങ്ങി പോകാൻ ഒരു പടുകൂറ്റൻ ഹോട്ടലുകളുണ്ട്. 100ഓളം നിലകളുള്ള ഒരു ഹോട്ടൽ. അതുകൊണ്ടാണ് ഈ കഥയ്ക്ക് അദ്ദേഹം 1994 എന്ന് പേരിട്ടിരിക്കുന്നത് തന്നെ. വെറുതെ ഒന്ന് ചോദിച്ചു കളയാമെന്ന് വിചാരിച്ച് 3 പേരും കൂടെ അവിടെ കയറി ചോദിച്ചു, സൗകര്യമുണ്ടോ? ഇവരുടെ എല്ലാ റൂമും ബുക്കാണ്. എന്നാൽ ഒരു സ്യൂട്ട് റൂം ഒരുപാട്, അത് 1994-ലാണ്. ഒരെണ്ണം കിട്ടിയല്ലോ. വലിയ സന്തോഷത്തോടെ 3 പേരും ചേർന്ന് റൂം ബുക്ക് ചെയ്തു. അവര് റൂമിലേക്ക് പോകാൻ ക്രമീകരണങ്ങൾ ചെയ്ത് നടക്കാൻ തുടങ്ങുമ്പോൾ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, എക്സ്ക്യൂസ് മീ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതുപറ്റി ഞങ്ങളുടെ എലിവേറ്റർ വർക്ക് ചെയ്യുന്നില്ല. റൂം കിട്ടിയിരിക്കുന്നത് 99ാമത്തെ നിലയിലാണ്, പക്ഷേ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ചെറുപ്പക്കാരല്ലേ, പരാജയപ്പെടാൻ പാടില്ല. ഒരു തടസ്സങ്ങളും നമ്മുടെ ആഗ്രഹത്തിന് തടസ്സം നൽകാൻ പാടില്ല. ഞങ്ങൾ നടന്ന് കയറിക്കൊള്ളാം എന്ന് പറഞ്ഞു. വെറുതെ ചോദിച്ചു, നമ്മൾ ഇങ്ങനെ ഇത്രയും നില കയറും? ഒരാളോട് പാട്ട് പാടിയാൽ പോലെ, ക്ഷീണം അറിയില്ലല്ലോ, പാട്ട് പാടാൻ തുടങ്ങി. പാടി 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 അറിയാവുന്ന പാട്ട് മുഴുവൻ കയറുന്നു. പക്ഷേ 10-30 നിലയിൽ കയറിയുള്ളൂ. അപ്പൊ അടുത്ത ഇനിയെ ചെയ്യും, നമുക്ക് നല്ല കഥകൾ പറയാം. കഥ പറയാൻ തുടങ്ങി. കഥ പറഞ്ഞ് 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 കഥ തീർന്നു. എന്നിട്ട് കിടക്കുന്നതിന് 10-30 നില. അങ്ങനെ 3-ാമൻ പറഞ്ഞു, ഇനി നമുക്ക് ദുഃഖപര്യവസായിയായ കഥകൾ പറയാം, ട്രാജിക് സ്റ്റോറീസ് പറയാം. കാരണം ഇനിയുള്ള ഏറ്റവും കഠിനമാണല്ലോ. കഥ പറയാൻ തുടങ്ങി. പറഞ്ഞ് 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 98 നിലകൾ കഴിഞ്ഞു. 99ാമത്തെ നിലയിലേക്ക് പ്രവേശിക്കാൻ പോകാൻ. അപ്പോ ഇനി കഥ പറയാൻ പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്ന കഥ നിങ്ങൾ ജീവിതത്തിൽ കേട്ടതിൽ ഏറ്റവും ട്രാജിക്കായ സ്റ്റോറിയാണ്. ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു കഥ കേട്ടിട്ടുണ്ടാവില്ല. മറ്റു 2 പേരും ഞെട്ടിപ്പോയി. ഇത്രയും നല്ല കഥ സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ ഞാൻ കഥ പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ നിൽക്കണം. എന്നിട്ട് അവൻ പറയാണ്, താക്കോൽ എടുക്കാൻ മറന്നുകൊണ്ട്. എന്നിട്ട് മാർട്ടിൻ പറഞ്ഞ വാചകം ശ്രദ്ധിക്കണം. മാർത്തോമ കമ്മ്യൂണിറ്റി in the top floor of their life, but they missed something somewhere. My dear friends, as a church, we are on the top floor of our life in every respect, but every face says that we missed something somewhere. എന്താണ് നമുക്ക് പറ്റിയ അപകടം? ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തുകയാണ്. ആ ചെറുപ്പക്കാരനെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? വേദപുസ്തകം കണ്ടിട്ടുള്ള ഏറ്റവും വൈബ്രന്റായ ഒരു ചെറുപ്പക്കാരൻ.
ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ 4-5 മണിക്കൂറുകൾ മാത്രം എടുത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സീരിയൽ അവതരിപ്പിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കെല്ലാം സീരിയൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിനുവേണ്ടിയാണ് ഇന്ന് രാത്രി ശ്രമിക്കുന്നത്. എൻ്റെ സീരിയലിൽ 3 എപ്പിസോഡുകളുണ്ട്. ഇതിൻ്റെ കഥ മത്തായിയും ലൂക്കോസും ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ തിരക്കഥ, സംവിധാനം, സംഭാഷണം ഒക്കെ എൻ്റെതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ ഇരുന്നാൽ ഈ സീരിയൽ കണ്ട് നമുക്കിന്ന് സന്തോഷത്തോടെ മടങ്ങി പോകാം. ഇതിന് സീരിയലിൻ്റെ ആരംഭത്തിൽ നിങ്ങൾക്കായി ഞാൻ ഒരു വാചകം പറയാൻ ആഗ്രഹിക്കുന്നത്: എ വൈസ് മാൻ ലേൺസ് ഫ്രം അതേഴ്സ് എക്സ്പീരിയൻസസ് ആൻഡ് എ ഫൂൾ ലേൺസ് ഓൺലി ഫ്രം ഹിസ് ഓൺ ഓർ ഹെർ ഓൺ experience. Let me repeat the sentence. A wise man learns from others' experience, and a fool learns only from his own or her own experience. ബുദ്ധിമാനായ മനുഷ്യൻ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലെ പാഠങ്ങൾ കണ്ട് ജീവിതത്തിൽ പാഠങ്ങൾ പഠിക്കും. മഠയൻ സ്വന്തം ജീവിതത്തിൽ വന്നല്ലാതെ പഠിക്കില്ല. മുംബൈയിലെ മാർത്തമാക്കാരെല്ലാം ബുദ്ധിയുള്ളവരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പത്രോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ ഒരു അപകടം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. തട്ടി വീഴാൻ സാക്ഷ്യപർവ്വതം വേണമെന്നില്ല, ഒരു ചെറിയ കല്ല് മതി. മറക്കരുത്, തട്ടി വീഴാൻ സാക്ഷ്യപർവ്വതം വേണമെന്നില്ല, ഒരു ചെറിയ കല്ല് മതി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം അത് ശ്രദ്ധയോടുകൂടെ നമുക്ക് ഇരിക്കാം. നിങ്ങൾ വായിച്ച് തരികയായിരുന്നെങ്കിൽ നമുക്ക് സന്തോഷത്തോടെയൊക്കെ ഇത് മുന്നോട്ട് വായിച്ച് കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ മൈക്കിലൂടെ ചെറിയ പോലെയാണ് വായിച്ച് കേൾക്കുകയില്ല. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വായിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എപ്പിസോഡ് നമ്പർ 1, 26-ാം അധ്യായം, അതിൻ്റെ 36 മുതലുള്ള വാക്യങ്ങൾ. രംഗം ഗെത്സമന തോട്ടം. പെസഹ വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. യേശു തന്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഗെത്സമന എന്ന തോട്ടത്തിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയോടെ ഇരിക്കണം ഗെത്സമന തോട്ടത്തിന്റെ വാതിലിൽ. എന്നിട്ട് തന്റെ ഏറ്റവും അടുത്ത 3 കൂട്ടുകാരെ, തന്റെ ഇന്നർ ഗ്രൂപ്പിൽപ്പെട്ട 3 പേരെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരെ 3 പേരെയും കൂട്ടിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഞാനിത് വായിച്ചത് പറഞ്ഞു പോയതാണ്. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രത്തിൽ നിന്ന് നീങ്ങി പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. തന്റെ പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത 3 സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ട് യേശു മുന്നോട്ട് പോയി അവിടെ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ഇന്റൻസായ, ഏറ്റവും സങ്കടകരമായ ഒരു പ്രാർത്ഥനയാണ്. യേശു പറയുകയാണ്, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, അതുകൊണ്ട് എന്നോട് കൂടെ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും എന്നോട് കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, ഞാൻ മരണവേദന പോലെ അതിദുഃഖിതമായ അവസ്ഥയിലാണ്. എന്നിട്ട് കൂട്ടുകാരുടെ അടുത്ത് അല്പം മുമ്പോട്ട് പോയി കവിണ്ണു വീണ് കിടന്ന് കരയുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. യേശുവിനറിയാം മരിക്കാൻ പോവുകയാണ്, ചില മണിക്കൂറുകൾക്ക് ശേഷം മരിക്കാൻ പോവുകയാണ്. തന്റെ കൂട്ടുകാരോട്, അത് തന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് യേശു മുമ്പോട്ട് പോയി ഈ വാചകം ചൊല്ലി പ്രാർത്ഥിച്ചു. മരണവേദന സഹിക്കാൻ വയ്യാതെ ഈശോട് എഴുന്നേറ്റു തന്റെ സ്നേഹിതരുടെ അടുത്തേക്ക് മടങ്ങി വരിക. വായിച്ചു. ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ തന്റെ കൂട്ടുകാരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. നമ്മൾ പാടുന്ന പാട്ടിലൊക്കെ പറയുന്നു, പത്രോസും കൂട്ടരും നിർവികാരികളായി ഉറങ്ങിപ്പോയി. അവിടെ ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് പത്രോസ് പരാജയപ്പെട്ടു പോയത്? ആദ്യത്തെ കാര്യം, അവന്റെ പ്രാർത്ഥനാ ജീവിതം പരാജയപ്പെട്ടു പോയി. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ നെറ്റിച്ചൊളിച്ചേക്കാം, കാരണം പത്രോസിന്റെ പ്രാർത്ഥനാ ജീവിതം പരാജയപ്പെടാനാണ്. എന്നാൽ
നിർണായകമായ സമയത്ത് പത്രോസ് പ്രാർത്ഥനയിൽ പരാജയപ്പെട്ടു. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവനമ്പരാൻ നമ്മളോട് പറയുകയാണ്, തന്റെ കൂട്ടുകാരോട് പറയുകയാണ്, പത്രോസേ, യാക്കോബേ, യോഹന്നാനെ, പ്ലീസ് പ്രേ ഫോർ മീ. അതിവേദനയോടെ കരയുന്ന കർത്താവ് തിരിച്ചു വരുമ്പോൾ യാതൊരു ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന കൂട്ടുകാരെയാണ് കാണുന്നത്. സങ്കടം സഹിക്കാൻ വയ്യാതെ യേശു തിരിച്ചു പോവുകയാണ്. 41 മുതലുള്ള വാക്യങ്ങൾ. ആത്മാവൊരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. അവൻ രണ്ടാമതും പോയി, ഞാൻ കുടിക്കാതെ നീങ്ങിക്കൂടായെങ്കിൽ നിന്റെ ഇഷ്ടം പോലെയാകട്ടെ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം. മരിക്കാൻ ആർക്കാണ് താല്പര്യം? മരിക്കാൻ തീരെ താല്പര്യമില്ല. എങ്കിലും കർത്താവ് പിതാവിനോട് പറയുകയാണ്, ഞാൻ കുടിക്കാതെ ഇത് നീങ്ങിക്കൂടായെങ്കിൽ നിന്റെ ഇഷ്ടം പോലെയാകട്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച അതിവേദനയോടെ മരണവേദനയോടെ വീണ്ടും തിരികെ വരികയാണ്. തിരികെ വന്ന് കൂട്ടുകാരെ കാണാൻ വരുന്നു. വായിച്ചോ. അവർ കണ്ണിന് ഭാരമേറിയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അവൻ തിരിച്ചു വന്നപ്പോൾ കണ്ണിന് ഭാരമേറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. ഈ കണ്ണിന് ഭാരമേറി ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? അത് കണ്ണിന് പള്ളിയിൽ ചെന്നാൽ മതി. എല്ലാവരും പോയി ഉറങ്ങാൻ ഏറ്റവും പറ്റിയ സ്ഥലമാണല്ലോ പള്ളി. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ കണ്ണാടി താത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ പള്ളിയിൽ ചെല്ലുമ്പോൾ ഉറങ്ങണമെന്നുണ്ട്, പക്ഷെ ദൈവത്തിനൊക്കെ മുമ്പേ ഇരിക്കുന്നത് എങ്ങനെയാണ് ഉറങ്ങുന്നത്? പക്ഷേ ഷട്ടറാണ് അടഞ്ഞു പോവുകയാണ്. അപ്പം ഇങ്ങനെ ഇരിപ്പുണ്ട്. 10 ദിവസം കൂട്ടിനും ഞങ്ങൾ കുഞ്ഞുനാളിൽ കൺവെൻഷൻ പോകുമ്പോൾ ഉപദേശമാരാണ് പ്രസംഗിക്കുന്നത്. മുന്നിൽ തുടങ്ങിയ വിവരം അറിയിക്കും. അതുകൊണ്ട് ഉറക്കം വരുമ്പോൾ ഓരോ ഇറുക്കി വലിച്ചു ഇവിടെ നടയാതിരിക്കാൻ. ഈ പള്ളി ചിലരുടെ ഇരിപ്പ് കണ്ടാൽ അങ്ങനെയാണ്. അന്ന് കണ്ണിന് ഭാരം വേറുകയാണ്. നമ്മുടെ ഷട്ടറങ്ങ് വീണ് പോവാണ്. പക്ഷേ ഇരിക്കാൻ ആരാ ഇരിക്കുന്നത്? പത്രോസും കൂട്ടുകൾ. വലിയ മിടുക്കനാണ്. പത്രോസിനെ പാറ എന്ന് കർത്താവ് പിടിച്ചവനാണ്. പക്ഷേ യേശുദാന്റെ അതിവേദനയുടെ നടുവിൽ പോലും അവൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വയ്യാതെ ഇരുന്ന് ഉറങ്ങുകയാണ്. ഇത് കണ്ടപ്പോൾ കർത്താവിന് വീണ്ടും സങ്കടമായി. കർത്താവ് തിരിച്ചു പോവുകയാണ്. നമ്മുടെ 1-ാം എപ്പിസോഡിലെ 3-ാമത്തെ രംഗം നമുക്ക് കാണാം. 44 മുതലുള്ള വാക്യങ്ങൾ. അവൻ 3-ാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുന്നു. നാഴിക അടുത്തു തിരിച്ചു വന്നപ്പോൾ വീണ്ടും 3-ാമതും അവർ കിടന്ന് ഉറങ്ങണം. പത്രോസ് ആ സമയത്ത് ഉറങ്ങിപ്പോയി. ഏറ്റവും അത്യാവശ്യ സന്ദർഭത്തിൽ ഉറങ്ങിപ്പോയി. പത്രോസിന് പറ്റിയ ഏറ്റവും വലിയ അപകടം. The solid rock has broken into pieces. Why? He failed miserably in his prayer life. എന്നെ കേൾക്കുന്ന മുമ്പേക്കാരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നാം പത്രോസിനേക്കാൾ ദയനീയമായി അലറി വിളിച്ച് കരയേണ്ടി വരും എന്ന് ഈ രാത്രി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. ഞാനിത് ഒരിടത്ത് അടൂര് ഭദ്രാസന കൺവെൻഷനിൽ യൂത്ത് ലീഗിന്റെ മീറ്റിംഗ് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ യൂത്ത് ലീഗുകാരൻ ചർച്ചയ്ക്കെടുത്ത് പോലത്തും പറയാണ്, അച്ഛാ പത്രോസ് ഉറങ്ങിപ്പോയതിന് അച്ഛൻ ഇങ്ങനെ പത്രോസിനെ കുറ്റം പറയേണ്ട കാര്യമില്ലായിരുന്നു. കാരണം പകല് മുഴുവൻ പോയി മുറി കണ്ടുപിടിച്ച് തൂത്തുവാരി വെള്ളവും കോരി കുബൂസും ഉണ്ടാക്കി വൈകുന്നേരത്തേക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കി പകല് മുഴുവൻ കഷ്ടപ്പെട്ട പത്രോസ് രാത്രി ഒന്ന് കണ്ണടച്ചപ്പോൾ അവന്റെ പ്രാർത്ഥനാ ജീവിതം പരാജയപ്പെട്ടു പോയെന്ന് അച്ഛൻ പറഞ്ഞത് ശരിയായില്ലല്ലോ. ഞാനും ഓർത്ത് എൻ്റെ ഒരു പ്രസംഗം ചീറ്റിപ്പോയല്ലോ. ഇന്നേരം അതിനെ തപ്പാൻ തുടങ്ങി. പത്രോസിനെ എവിടെയെങ്കിലും ഇട്ടൊന്ന് പിടിക്കണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വായിക്കാമോ? ലൂക്കോസ് 9-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 9-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. അതിൽ എഴുതുന്നത് വായിക്കും. ഈ വാക്കുകൾ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ യേശു പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും, സെയിം പാർട്ടികളാണ് അല്ലേ? നമ്മൾ മുമ്പേ കണ്ട സെയിം പാർട്ടികളാണ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവർ 3 പേരെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാനായ ഒരു മലയിൽ കയറിപ്പോയി. ഇപ്പോഴത്തെ മെയിൻ അജണ്ട തന്നെ പ്രാർത്ഥനയാണ്. മറുരൂപ മലയിലേക്ക് കയറി പോവുകയാണ്. യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. ബാക്കിയുള്ളവരെ കുറിച്ച് എനിക്ക് അതുകൊണ്ട് നോക്കിയാണ് മൈക്കെടുത്ത് വെച്ച് വായിക്കുന്നത്. ഇത് മറുരൂപനെയും കാണത്തില്ല, പത്രോസിനെയും കാണത്തില്ല. പ്രസംഗം ചെയ്യുന്നത് തപ്പിക്കൊണ്ടിരിക്കും, കേൾക്കത്തില്ല. അതുകൊണ്ട് അദ്ദേഹം വായിക്കുന്നത് കേട്ടിക്കൊണ്ട് നോക്കിയാണ്.
പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ട് നോക്കാനല്ല, ഇങ്ങോട്ട് നോക്കാൻ. പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി. അവന്റെ മുഖത്തിന്റെ ഭാവം മാറി നമ്മൾ എന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ടോ? അനുസരണം എന്ന് പറയുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി. നല്ല CF ലാമ്പ് കത്തുന്ന പോലെ യേശുവിന്റെ മുഖം നിന്ന് പ്രകാശിക്കുകയാണ്. അവന്റെ ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ മലയിൽ പോയി. കൂട്ടുകാരെ പത്രോസും യാക്കോബും യോഹന്നാനും അവിടെയുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ മുഖത്തിന്റെ ഭാവം മാറി. അവന്റെ ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിക്കുന്നത് കണ്ടു. ആരൊക്കെയാണ്? ഒന്ന് മോശയും ഒന്ന് ഏലിയാവും. ആരെയും മോശ മോശയാണെന്നുണ്ടെങ്കിൽ അത് മോശമാണല്ലോ. അത് മാതാപിതാക്കൾക്കാണ്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചു നിന്നാൽ നിങ്ങൾ പോയിട്ട് പോകാൻ ഉത്തരം ഞാൻ തന്നെ പറയാം. ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന ആളാണ് മോശ. പക്ഷെ മോശയ്ക്ക് എന്ത് പറ്റി? മോശ കനാൻ ദേശത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് മോശ മരിച്ചുപോയി. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് മോശ മരിച്ചു, പക്ഷെ അവരെ എവിടെയാണ് അടിക്കാതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മരിച്ചെന്ന് ഉറപ്പാണ്, പക്ഷെ ഡെഡ് ബോഡി കാണുന്നത് പോലെയാണ്. ആരാണ്? മോശ. ആ മോശയാണ് ഇപ്പൊ എവിടെ നിൽക്കുന്നത്? യേശുവിന്റെ അടുത്ത് നിൽക്കാം. മറ്റേ ആളല്ല, ഏലിയാവ്. ഏലിയാവിന് എന്നാ പറ്റി? ഏലിയാവ് നിന്ന് റോക്കറ്റ് പോലെ പോയ ആളാണ് മുകളിലോട്ട്, അല്ലെ? വഹിച്ചിട്ടില്ലേ? ജീവനോട് മുകളിലോട്ട് പോയ ആളാണ്. പിന്നെ ആരും കണ്ടിട്ടില്ല. ആ ഏലിയാവാണ് ഇപ്പോൾ യേശുവിന്റെ ഒരു വശത്ത് നിൽക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയ മറുരൂപമലയുടെ മുകൾ വശം യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ മുഖം ഇങ്ങനെ മിന്നുകയാണ്. അവന്റെ ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. മരിച്ചുപോയി ഡെഡ് ബോഡി കാണാതെ പോയ മോശ ഒരു വശത്ത് നിൽക്കുന്നു. നിന്ന നിപ്പിൽ ആകാശത്തേക്ക് പോയ ഏലിയാവ് തൊട്ടടുത്ത് നിൽക്കുന്നു. ഈ കാഴ്ച കണ്ടാൽ ഒരവസരം കിട്ടിയാൽ നിങ്ങൾ ആരെയും വിടുവോന്ന്? ഇല്ല. നമ്മൾ നോക്കാം പാർട്ടികളെ വായിച്ചേ. പത്രോസും കൂടെ ഉള്ളവരും ഇത് തന്നെ സ്ഥിരം പരിപാടി. മറുരൂപമായി ആയാലും കൊള്ളാം, ഗെത്സമന തോട്ടമായാലും കൊള്ളാം. പത്രോസിനെ കൊണ്ട് ഒറ്റ പണിയുള്ളൂ. എന്തുവാ? ഭദ്രാസന കൺവെൻഷൻ ആയാലും കൊള്ളാം, അത് അമർനാഥിലായാലും കൊള്ളാം, എവിടെ ആയാലും കൊള്ളാം, ഞാൻ വീട്ടിൽ കിടന്നുറങ്ങും. ആ സൈസ് പറയുന്ന ബോംബെയിലും ഉണ്ട്. നീ ആലറി വിളിച്ച് കരയേണ്ടി വരും. എത്ര വലിയ മിടുക്കനായാലും, എത്ര വലിയ കേമനായാലും, എത്ര വലിയ ഓഫീസറായാലും നിനക്ക് കിട്ടുന്ന സുവർണാസ് അവസരം പരാജയപ്പെടുത്തിയാൽ പത്രോസ് കരഞ്ഞെങ്കിൽ നീ ആലറി വിളിച്ച് കരയേണ്ടി വരും. എനിക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നലെ രാത്രി വന്ന ആളുകളുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ 5-6 പേരല്ലാതെ വേറെ ആരും തോന്നുന്നില്ല. സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആൻഡ് ലുക്ക് അപ്പ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. നിവർന്ന് നിന്ന് തലമുക്കി നോക്കുവിൻ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. ഇവിടെ ഒരു മനുഷ്യൻ തല മുമ്പിട്ട് കിടന്നുറങ്ങുകയാണ്. എപ്പോഴാണ്? ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിൽ കർത്താവിനെ കാണാൻ അവസരം കിട്ടുമ്പോൾ, മോശയെ കാണാൻ അവസരം കിട്ടുമ്പോൾ, ഏലിയാവിനെ കാണാൻ അവസരം കിട്ടുമ്പോൾ, നാളുകളായി പ്രാർത്ഥിച്ച് കേരളത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് കൺവെൻഷൻ കേൾക്കാൻ അവസരം കിട്ടുമ്പോൾ യാതൊരു ബോധവും ഇല്ലാതെ വീട്ടിൽ കിടന്നുറങ്ങുന്നവരോട് ഈ രാത്രി വിളിച്ചു പറയുന്നു, പത്രോസ് കരഞ്ഞെങ്കിൽ നീ ആലറി വിളിച്ച് കരയേണ്ടി വരും. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. ഓർക്കുക, a wise man learns from others' experiences and a fool learns only from his own or her own experience. പത്രോസ് പരാജയപ്പെടാനുണ്ടായ ഒന്നാമത്തെ കാര്യം അവന്റെ പ്രാർത്ഥനാ ജീവിതം പരാജയപ്പെട്ടു. ഈ കാര്യം അധികം പറയേണ്ടതില്ലാത്തതുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം. 26-ാം അധ്യായം 31-ാമത്തെ വാക്യം വായിക്കാം. 26:31. യേശു അവനോട്, ഈ രാത്രി നിങ്ങൾ എല്ലാവരും എങ്കിലിടവും ഞാൻ ഇടയനെ വിട്ടും കൂട്ടത്തിലെ ആളുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നവരു എന്ന് പറഞ്ഞു. പെസഹ വ്യാഴാഴ്ച രാത്രി യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ രാത്രി എന്നെ അവർ പിടിക്കും, എന്നെ അവർ കൊല്ലും, നിങ്ങളെല്ലാവരും ഓടിപ്പോകും. പ്രവചനങ്ങൾ ഉദ്ധരിച്ച് കർത്താവ് പറഞ്ഞു, ഇടയനെ വിട്ടും കൂട്ടത്തിലെ ആളുകൾ ചിതറിപ്പോകും എന്ന് പറഞ്ഞു. ഉടനെ പത്രോസ് പറയുന്നത് കേൾക്കാം. 33-ാമത്തെ വാക്യം. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും നിങ്ങൾ ഇടറുകയില്ല എന്ന് പറഞ്ഞാണ് പത്രോസിന്റെ രണ്ടാമത്തെ പ്രോബ്ലം. എ റോങ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്. തന്നെ കുറിച്ച് തന്നെയുള്ള ഒരു തെറ്റായ ധാരണ. യേശു തന്നെ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇന്ന് രാത്രി ഓടും. പ്രവചനം ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു, ഇത് സംഭവിച്ചിരിക്കും. മറ്റു ശിഷ്യന്മാരാരും ഒന്നും വേണ്ടിയില്ല.
പത്രോസ് വലിയ ഓവർ സ്മാർട്ട് ആയതുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഇവന്മാരെല്ലാം നിന്നെ ഇട്ടേക്ക് പോയാലും ഞാൻ പോകുന്ന പ്രശ്നമില്ല. ഉടനെ യേശു കർത്താവ് അവനൊരു ക്രിസ്റ്റൽ ക്ലിയർ വാണിംഗ് കൊടുത്തു, മകളെ കൂടുതൽ വാലൊന്നും അടിക്കരുത്. ഈ രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറയും എന്ന് പത്രോസ് പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു. ഉടനെ പത്രോസ് പറയണ, നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും. ഭയങ്കര പാർട്ടിയാണ് കേട്ടോ. കർത്താവ് പറഞ്ഞാലും കേൾക്കുകയില്ല, ആര് പറഞ്ഞാലും കേൾക്കുകയില്ല, താൻ തന്നെ വലിയ പുള്ളിയാണ് എന്ന് പറയുന്ന ഒരു പത്രോസ്. നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെ ഒരുപാട് എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. ആര് പറഞ്ഞാലും കേൾക്കുകയില്ല, മെത്രാപ്പൊലീത്ത പറഞ്ഞാലും കേൾക്കത്തില്ല, എപ്പിസ്കോപ്പ പറഞ്ഞാലും കേൾക്കത്തില്ല, അച്ഛൻ പറഞ്ഞാലും കേൾക്കത്തില്ല. ഞാൻ ആരാണെന്ന് അച്ഛൻ അറിയാം. വീടോ പോവാൻ എന്താണ് പത്രോസ്. കർത്താവ് എന്ന് പറഞ്ഞ, മക്കളെ ഈ രാത്രി കോഴി പോകുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. പത്രോസ് നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ എന്നെ തള്ളിപ്പറയും. പത്രോസിന് വലിയൊരു കുഴപ്പമാണ്. ഇത് മർക്കോസ് ഈ ഭാഗം പറയുന്നുണ്ട് 8-ാം അധ്യായത്തിൽ. നല്ല രസമാണ് അവിടെ. ഇതേ സംഭവം തന്നെ നമുക്കതൊന്ന് വായിക്കാം. മർക്കോസ് 8:32-33 ഇതേ സംഭവം തന്നെയാണ്. 8:32-33. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി എന്തോ ചെയ്തു എന്ന് പറഞ്ഞെന്തോ എന്ന് പറഞ്ഞെന്തോ ആരെ ആരെ ഇതാണ് മർദ്ദമക്കാരുടെ വ്യവസ്ഥ അരച്ചുകാരി കുടിച്ചു വെച്ചേക്കുക. ആരെ വഴക്ക് പറഞ്ഞു? പത്രോസിനെ വഴക്ക് പറഞ്ഞു. പത്രോസ് ആരെ വഴക്ക് പറഞ്ഞു? കറക്റ്റ് ഉത്തരം. നിങ്ങളെന്താ ഇതുവരെ ഓർത്ത് നോക്കാൻ? പത്രോസ് ആരെ വഴക്ക് പറയുന്നത്? യേശുവിനെ വഴക്ക് പറയുന്നത്. ഇങ്ങോട്ട് നോക്കിക്കുക എല്ലാവരും. പിന്നെ യേശു പറഞ്ഞു, ഈ രാത്രി എന്നെ പിടിക്കും, നിങ്ങളെല്ലാവരും ഓടും. അവരെ വിളിച്ച് അങ്ങോട്ട് മാറ്റി എടുത്തിട്ട് ചെവിയും പറയാണ്, ചുമ്മാ പ്രവർത്തനം പറയാം. ആരോടാ? യേശു. ആരാ? ഇതേലെ കുറെ എണ്ണം മർദ്ദമാസഭയില്ലേ? വലിയ ഓവർ സ്മാർട്ട് പാർട്ടികൾ, വലിയ മിടുക്കന്മാര്, ആര് പറഞ്ഞാലും കേൾക്കാത്തവര്. നമ്മുടെ ജീവിതത്തിന്റെ പരാജയം എന്നറിയാമോ? നമ്മൾ ആരോ ആണെന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളുണ്ടാക്കുന്നുണ്ട്. പത്രോസിനെ പറ്റിയ ഏറ്റവും വലിയ 2ാമത്തെ പ്രശ്നം റോങ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്. ആരെല്ലാം തള്ളി പറഞ്ഞാലും ഞാൻ ആരാണ്? ഇത് മിടുക്കനെന്നറിയാമോ? പത്രോസിന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ തീർന്നില്ല. അതേ കയ്യിലിരിക്കും പത്രോസിൻ്റെത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം കർത്താവ് പറഞ്ഞു, എല്ലാവരും കൂടെ അങ്ങ് അക്കരയ്ക്ക് പോകും, ഞാനൊന്ന് പ്രാർത്ഥിച്ചു വരാം എന്ന് പറഞ്ഞു. മിടുക്കുന്നവരാണ് പത്രോസ് കൂട്ടരും. ഗലീലക്കടലിന്റെ കരയിൽ ജനിച്ചു വീണവരാണ്. ഗലീലക്കടലിൽ നന്നായിട്ട് അറിയാവുന്നവരാണ്. ഓരോ മുക്കും മൂലയും അറിയാവുന്നവരാണ്. അവരെല്ലാവരും കൂടെ ബോട്ടെ കയറി അക്കരയ്ക്ക് പോയി. യേശു പ്രാർത്ഥിക്കാൻ പോയി അല്പം മുന്നോട്ട് ചെന്നപ്പോ കാറ്റടിക്കാൻ തുടങ്ങി. ഉടനെ മിടുക്കന്മാരുണ്ട്. അയ്യോ ആകാൻ പോകുന്നതെന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. പത്രോസും കൂട്ടരും എല്ലാം കൂടെ. ഞങ്ങളിപ്പോൾ മുങ്ങിപ്പോകുകയെന്ന് പറഞ്ഞാൽ അവർ വലിയ മിടുക്കനാണ്. പക്ഷേ വള്ളത്തേക്ക് ഒരു കാറ്റടിച്ചപ്പോഴത്തേക്ക് അവൻ ഇടപാട് തീർന്നു. ഉടനെ ആരാണ്ട് നോക്കിയപ്പോൾ വെള്ളത്തിന്റെ പുറത്തോട്ട് ഒരാൾ നടന്നു വരുന്നുണ്ട്. ഓരോ ഭൂതം വരുന്നേ. ഇതുവരെ കാറ്റേ ഉള്ളത്, ഇപ്പോൾ ഭൂതം വരുന്നേ. ഉടനെ കർത്താവ് പറഞ്ഞു, മക്കളെ ഭൂതം ഒന്നുമല്ല, ഇത് ഞാൻ തന്നെയാണ്. പത്രോസിന്റെ കണ്ണ് തള്ളിപ്പോയി. അമേസിങ്. വെള്ളത്തിന്റെ പുറത്തോടെ നടക്കുമ്പോൾ ആ അടിപൊളി പാർട്ടിയാണ് കർത്താവ്. ബാക്കി എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ്. ഉടനെ പത്രോസ് പറയണേ, ഞാൻ കൂടെ നടക്കട്ടെ. ഈ സൈസ് പുള്ളികളാണ്. കർത്താവ് വെള്ളത്തിന് പുറത്ത് നടന്നാൽ ഞാൻ നടക്കും. ഞാൻ ഇവിടെ നടന്നോട്ടെ, കർത്താവ് വെച്ച് നടന്നോളാം. പുള്ളി വലിയ ഗെയിമിൽ അങ്ങോട്ട് ഇറങ്ങി 2 സ്റ്റെപ്പ് വെച്ച് കുടുംബെന്ന് പറഞ്ഞിട്ട് നടന്നു പോയി. ഇവിടെ കർത്താവ് പിടിച്ചോളും. എന്തോ വലിയ വെള്ളത്തിന്റെ ഡെൻസിറ്റി കുറഞ്ഞു പോയതാണ് അല്ല. ഞാനിങ്ങനെ ചിന്തിക്കുന്നറിയോ, എത്ര പേരുണ്ടായിരുന്നു വള്ളത്തിൽ? 12 പേരുണ്ടായിരുന്നു. യേശു വെള്ളത്തിന്റെ പുറത്തേക്ക് നടന്നു. പത്രോസ് വെള്ളത്തിന്റെ പുറത്ത് ഇറങ്ങി. പത്രോസ് വെള്ളത്തിന്റെ പുറത്തൊന്ന് നിന്ന് നോക്കിയപ്പോൾ തിരിച്ചു നോക്കിയപ്പോൾ കുറേ പേര് കോട്ടയം ഇരിപ്പുണ്ട്. ആരാണ്? കൂട്ടുകാരനൊക്കെ കണ്ടോടാ എന്ന് വിചാരിച്ചതോടും അവൻ വെള്ളത്തിലേക്ക് താഴാൻ തുടങ്ങി. ജിജയിച്ചത് ഞാനും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് കോഴിക്കോട് തിരുമേനിയുടെ കീഴിൽ ഒരുമിച്ച് ജോലി ചെയ്ത ആളുകളാണ്. അപ്പൊ അന്നത്തെ ഒരു വലിയ സന്തോഷവും കൂട്ടായ്മയൊക്കെ ഞങ്ങൾ തമ്മിലുണ്ട്. ഭദ്രാസന സെക്രട്ടറി ആയി എന്നൊരൊറ്റ കാരണത്താൽ എന്നെ കണ്ടോടാ എന്ന് നോക്കിയാണ് താഴോട്ട് പോകും എന്ന കാര്യം മറക്കരുത്. പത്രോസിന് ഇങ്ങനെ വലിയ അബദ്ധം പറ്റിയെങ്കിൽ തങ്ങൾക്ക് തന്നെ ജ്ഞാനികളെന്നും തങ്ങൾക്ക് തന്നെ വിവേകികളെന്നും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. മുംബൈക്കാരെ തങ്ങൾക്ക് തന്നെ ജ്ഞാനികളെന്നും തങ്ങൾക്ക് തന്നെ വിവേകികളെന്നും മർദ്ദമാസഭയിലെ അച്ഛന്മാരെക്കാളും
നിലവിലാണ്. നീ വലിയ കേമനാണെന്നും കേമിയാണെന്നും വിചാരിച്ചാൽ നീ അധമപാതാളത്തിലേക്ക് പോകുമെന്ന കാര്യം ഈ രാത്രി ഞാൻ നിന്നെ വിളിച്ചു പറയുകയാണ്. ജീവിതത്തിൽ പരാജയപ്പെടരുത്, അലറി വിളിച്ച് കരയേണ്ടി വരരുത്. പത്രോസിനെ കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ട്. പത്രോസിനെ കുറിച്ച് ഒത്തിരി ഐതിഹ്യ കഥകളുണ്ട്. യോഹന്നാൻ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, യേശു ചെയ്തതും പറഞ്ഞതും എല്ലാം കൂടെ എഴുതി തീർക്കാനാണെങ്കിൽ ഈ ഭൂമിയിലെ പേപ്പറൊന്നും തികയത്തില്ല. അതുപോലെ ഉള്ള സംഭവങ്ങൾ ടേൽസ് വർത്ത് ടെല്ലിംഗ് എന്ന് പറഞ്ഞ് അമേരിക്കയിൽ പബ്ലിഷ് ചെയ്തൊരു പുസ്തകമുണ്ട്. അതായത് യേശു കർത്താവിന്റെ ജീവിതയാത്രയിൽ ശിഷ്യന്മാരുടെ ഓരോ സംഭവങ്ങളും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതിൽ പത്രോസിനെ കുറിച്ച് പറയുന്ന ഒരു കഥ ഞാൻ പറയാം. പത്രോസിന്റെ നോയിസൻസ് ആയിരുന്നു. എപ്പോ എന്തോ പറഞ്ഞാൽ എന്തൊരു ഡയലോഗ് അടിക്കും. എന്നാണ് പത്രോസിന്റെ കുഴപ്പം. എവിടെ പോയാലും പിന്നെ ഈ കൂട്ടത്തിൽ ഓവർ സ്മാർട്ട് ആണെന്ന് പത്രോസിനൊരു വിചാരമുണ്ട്. നമ്മൾ ഒരുപാട് ഓവർ സ്മാർട്ടുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യേശു ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പത്രോസിന് ഓരോ കൂലി കൊടുക്കും. അപ്പൊ ഓരോ സ്ഥലത്തിലേക്ക് കൂടെ നടന്നു പോകണം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എല്ലാവരും ഓരോ കല്ലെടുത്തോളാം. 11 ശിഷ്യന്മാരും രണ്ടാമതൊന്നും ആലോചിച്ചില്ല, അവർക്ക് എടുക്കാവുന്ന ഓരോ കല്ലെടുത്തു. പത്രോസ് ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചു. കല്ലെടുക്കാനേ പറഞ്ഞത്, വലിപ്പം പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഒരു കുഞ്ഞു കല്ലെടുത്ത് കുപ്പായത്തിലൊക്കെ കെട്ടിച്ച് നടക്കുന്ന വഴിക്ക് അങ്ങനെ നടന്നോളാം. ബുദ്ധി വേണം മനുഷ്യനായ ബുദ്ധി. മരെല്ലാം വലിയ കാര്യം പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. നടന്ന് കർത്താവിനാണെന്നുണ്ട്. നടന്ന് ഒരു അത്തിമരം കണ്ട്. അപ്പോൾ കർത്താവ് എല്ലാവരും അവിടെ ഇരിക്കാൻ ഇരുന്നു. ആ കല്ലെടുത്ത് മുന്നോട്ട് വെക്കാൻ വെച്ചു. ഇത് അപ്പമാണ് തീരട്ടെ, ഇതാണ് ഉച്ചഭക്ഷണം. പത്രോസ് പോക്കിരിക്കണം തപ്പ് കാണണം. യാക്കോബ് യോഹന്നാനൊക്കെ വെട്ടി വിഴുകി വിപത്ത് വെള്ളമൊക്കെ വിഴുകി അവരുടെ ചെറിയ കല്ലും തപ്പി നടക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞൊരു ഭാഷ ഉണ്ട്, പത്രോസ് ചാമ്പിപ്പോയി. അത് കഴിഞ്ഞ് അവിടെ എഴുന്നേറ്റു. കർത്താവ് പറഞ്ഞ എല്ലാവരും ഓരോ കല്ലെടുത്ത് വന്നത്. ഇനി എനിക്ക് കാണണം. എല്ലാവരും മുമ്പ് എടുക്കാവുന്ന ഓരോ കല്ലെടുത്ത് പത്രോസ് വലിയൊരു കല്ല് പൊക്കിയെടുത്ത് യോഹന്നാൻ പ്ലീസ് ഹെൽപ്പ് മീ, ഉച്ചയ്ക്കോ പട്ടിണിയായി, ഇത് വൈകിട്ടത്തേക്കുള്ള വകുപ്പാണ്. പൊക്കിയെടുത്ത് തലയെ വെച്ചുകൊണ്ട് നടന്ന് യോർദാന്റെ തീരത്ത് കർത്താവ് പറഞ്ഞ കല്ലെല്ലാം യോർദാനിലേക്ക് കളഞ്ഞേക്കാൻ പറഞ്ഞു. 11 പേരെടുത്ത് പൊടിക്ക് തലേ നടക്കാൻ വയ്ക്കുന്ന സഹായം അഭ്യർത്ഥിച്ചു. സാധനം എടുത്ത് യോർദാൻ നദി കളഞ്ഞു. പത്രോസ് ചമ്മിപ്പോയി. എന്നിട്ട് മുന്നോട്ട് നടന്നപ്പോൾ യേശുദാ പറഞ്ഞു, എല്ലാവരും 2 കല്ല് വെച്ചെടുത്തതാണ്. ഉച്ചയ്ക്കും പറ്റിച്ചു, 4 മണിക്കും പറ്റിച്ചു. ഇനി എന്നെ പറ്റിക്കുന്ന എനിക്കൊന്ന് കാണണം. ഒരു വലുതും എടുത്തു, ഒരു ചെറുതും എടുത്തു. ആരാമണിക്കാന്ന് അറിയാൻ മറ്റവരെല്ലാവരും ഒരേപോലത്തെ 2 പേര് നടന്ന് യഹൂദിയ മരുഭൂമിയുടെ അടുത്തെത്തി. കഥാ പറഞ്ഞു, കല്ലെല്ലാം താഴോട്ടിടാൻ പറഞ്ഞു. കല്ല് താഴോട്ടിട്ടു. ഈ കല്ല് ചെരുപ്പുകളായി തീരട്ടെ. പത്രോസിനെ ഒന്നൊക്കെ കേരളത്തില്ല, ഒന്ന് കൊച്ചുവെള്ളം പോലെ കിടക്കണം. ഈ സൈസ് ഒരുപാടെണ്ണം നമ്മുടെ കൂട്ടത്തിലുണ്ട്. വലിയ മിടുക്കന്മാരാണ്, വലിയ ഓവർ സ്മാർട്ടാണ്. പക്ഷേ ഈ കൊച്ചുവെള്ളം ഇട്ട് നടക്കുന്ന കാണുമ്പോൾ ഞങ്ങൾ ഇരുന്ന് കൂടുതൽ ചിരിക്കുകയും ചെയ്യും. ഓവർ സ്മാർട്ട് ആകരുത്. സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആകരുത്. ജീവിതത്തിന് അപകടം സംഭവിക്കും. പത്രോസ് എന്ന് പറയുന്ന പാറ പൊട്ടി തകർന്നു പോയെങ്കിൽ, കുഞ്ഞുണ്ണി മാഷിന്റെ ഭാഷയിൽ കവിത പറഞ്ഞിട്ട് ബാക്കി പറയാം. കുഞ്ഞുണ്ണി മാഷ് പറയുന്ന കവിത, പത്രോസ് പാറ പത്രാസ് തീറ. പത്രോസ് പാറ പത്രാസ് തീറ. പത്രോസ് പാറ തകർന്നു പോയെങ്കിൽ പത്രാസ് കാണിക്കുന്നവരും ഓർക്കണം, തകർന്ന് തരിപ്പണമായി പോകും. പത്രോസിന്റെ ജീവിതം പരാജയപ്പെടാൻ മാനവ ചരിത്രത്തിൽ മുഴുവൻ നോക്കിക്കൊള്ളൂ. ആര് എവിടെ അഹങ്കരിച്ചിട്ടുണ്ടോ അവന്റെ ജീവിതത്തിലെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ വിനയത്തോടെ ജീവിക്കുന്നവനെ മാനിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നത്. വേദപുസ്തകത്തിന്റെ ആദ്യ നാളുകളിൽ കാണാം ടവർ ഓഫ് ബാബേലിന്റെ മാസ്റ്റർ പ്ലാൻ. അതിനകത്ത് 2 കാര്യങ്ങളാണ് അവർ പറയുന്നത്. സ്വർഗം വരെ എത്തണം, നമുക്ക് തന്നെ ഒരു പേരുണ്ടാക്കണം. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതന്നെയാണ്. ദൈവത്തിന്റെ ഒപ്പമായിരിക്കണം, ഈക്വൽ വിത്ത് ഗോഡ്. അതാണ് ബാബേൽ ടവറിന്റെ മാസ്റ്റർ പ്ലാനിന്റെ 2 റിക്വയർമെന്റ്സ്. ദൈവത്തിന്റെ അടുത്ത് വരെ എത്തണം, പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു പേരുണ്ടാക്കണം. തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു ദൈവം നല്ലതാണ്. ആര് അഹങ്കരിക്കുന്നു അവനെ തകർക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. 1912 ഏപ്രിൽ മാസം സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആരും മറക്കുന്ന സമയമല്ല. എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭയങ്കരമായ അപകടം? ടൈറ്റാനിക് കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എത്തിയ ദിവസമാണ് 1912 ഏപ്രിൽ മാസം. ഇന്ന് ഇംഗ്ലണ്ടിൽ ചെന്നാൽ സതാംപ്ടൺ പോർട്ടിൽ ഒരു വലിയ മ്യൂസിയം ഉണ്ടാക്കി, ടൈറ്റാനിക് മ്യൂസിയം. അത് കാണേണ്ടത് തന്നെയാണ്. ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ട് അത് കാണാനുള്ള വലിയ ഭാഗ്യം ഉണ്ടായി. സതാംപ്ടൺ പോർട്ടിൽ പോയി ടൈറ്റാനിക് മ്യൂസിയം കണ്ടപ്പോൾ
ആ ടൈറ്റാനിക്കിൽ നിന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വാച്ചുകൾ, ആ കപ്പലിലെ ചെറിയ ചെറിയ അവശിഷ്ടങ്ങൾ, ആളുകൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, പ്ലേറ്റുകൾ, കിട്ടിയതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അതിന്റെ ഓഡിയോ, അന്ന് കിട്ടിയ ചില ഓഡിയോ ഒക്കെ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ച് നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ് ക്യാപ്റ്റൻ സ്മിത്ത് എന്ന് പറയുന്ന ടൈറ്റാനിക് കപ്പലിന്റെ ക്യാപ്റ്റന്റെ ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ക്ലിയർ അല്ല, വെറുതെ ഇങ്ങനെ പൊട്ടലും ചിക്കലും ഒക്കെയാണ്. പക്ഷെ അതിന്റെ വാചകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വാചകം ഒന്ന് വായിച്ചാൽ മതി, ഒരുമാതിരി ബോധമുള്ളവർ മാനസാന്തരപ്പെടാൻ അത് മതി. അവിടെ എങ്ങനെയാണ് ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്? കൊച്ചു കപ്പലുകാര് ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റനോട് പറഞ്ഞു, ഐസ്ബർഗ്സ് ഉണ്ട്, സൂക്ഷിക്കണം, അപകടമാണ്. ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞ മറുപടി, "This is the highly sophisticated ship that ever the world has made. Even God cannot touch this one." 1912 ഏപ്രിൽ മാസത്തിൽ ക്യാപ്റ്റൻ സ്മിത്ത് കപ്പലുകാരോട് പറഞ്ഞതാണ്, "This is a highly sophisticated ship that ever the world has made. Even God cannot touch this one." എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിന്റെ ആദ്യ യാത്രയിൽ 1513 പേരെയും കൊണ്ട് ആ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിയിലെത്തി എന്ന യാഥാർത്ഥ്യം മറക്കരുത് എന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ. ദൈവം വിചാരിച്ചാൽ പോലും തൊടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ സാധനം, അതിന്റെ അവശിഷ്ടങ്ങൾ ഒരു മ്യൂസിയമായി ഇന്ന് ഇംഗ്ലണ്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ വെറും കൃതികളായ നമ്മൾ എവിടെ എത്തിച്ചേരും എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ. 2001 സെപ്റ്റംബർ മാസം 11 ലോകം ഞെട്ടി വിറച്ച ദിവസമാണ്. അമേരിക്കക്കാരുടെ അഭിമാന സ്തംഭങ്ങളായ ട്വിൻ ടവേഴ്സ്, വേൾഡ് ട്രേഡ് സെന്റർ തവിടുപൊടിയായ ദിവസമാണ്. നമ്മളെല്ലാവരും ടിവിയിൽ കണ്ടതാണ്. രാജസ്ഥാൻ മരുഭൂമിയിൽ പൊഖറാനിൽ നമ്മളൊരു ഓലപ്പടക്കം പൊട്ടിച്ചെന്ന് പറഞ്ഞ് പെൻഡകളിൽ നിന്ന് കണ്ടുപിടിച്ചവൻ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യമാണ് അമേരിക്ക, മറക്കരുത്. ലോക പോലീസായ അമേരിക്ക അവന്റെ സാമ്രാജ്യം തകർക്കാൻ പോകുന്ന അത്യുഗ്രൻ സ്ഫോടനം നടന്ന് ഞെട്ടി വിറച്ച ദിവസമാണ് 2001 സെപ്റ്റംബർ 11. അമേരിക്ക കിടുകിടാ വിറച്ച ദിവസമാണ്. അവിടെ പഠിച്ചിരുന്ന കാലത്ത് എത്രയോ പ്രാവശ്യം അതിന് മുകളിൽ കയറിയതാണ്. ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോയ വേൾഡ് ട്രേഡ് സെന്റർ കാണുമ്പോൾ ബോധമുള്ളവൻ മനസ്സിലാക്കണം, എത്ര അഹങ്കരിച്ചാലും ജീവിതത്തിന് അപകടമാണ് നമുക്ക് വരാൻ പോകുന്നത് എന്ന് മാർക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പത്രോസിന് വലിയ 2 പരാജയങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, പത്രോസിന്റെ പ്രാർത്ഥനാ ജീവിതം പരാജയപ്പെട്ടു. 2, പത്രോസിന് സ്വന്തം കഴിവിലുള്ള അമിതമായ ആത്മവിശ്വാസം. അതിന് പറയാവുന്ന വാക്കാണ് അഹങ്കാരം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, അന്ത്യനാളുകളിലാണ് നാം ജീവിക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞു, we are living in the last hour of the last days. അങ്ങനെയാണെങ്കിൽ പത്രോസിനെ പോലെ നിലവിളിക്കാതിരിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥന ഒഴിവാക്കരുത്, വിനയം നഷ്ടപ്പെടുത്തരുത്. പത്രോസിന്റെ 3ാമത്തെ പ്രശ്നത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. നമ്മളൊക്കെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വിഷയമാണ്. 3ാമത്തെ പത്രോസിന്റെ പ്രശ്നം മത്തായി 26:58 വായിക്കാം. മത്തായി 26:58. എന്നാൽ പത്രോസ് ദൂരമേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്ന് അകത്ത് കടന്ന് അവസാനം കാണുവാൻ സേവകന്മാരോട് കൂടിയിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവതമ്പുരാൻ പറഞ്ഞതാണ്, കർത്താവ് പറഞ്ഞതാണ്, മക്കളെ നിങ്ങൾ പൊയ്ക്കോണം, എന്നെ അവർ പിടിക്കും, എന്നെ അവർ ക്രൂശിക്കും, 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരും, നമുക്ക് ഗലീലയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് പോയതാണ്. പക്ഷെ പത്രോസ് വിടുകയില്ല. പത്രോസ് പുറകെ വിട്ടിരിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാചകം ശ്രദ്ധിക്കണം. പത്രോസ് ദൂരമേ മഹാപുരോഹിതന്റെ അരമനയോളം ചെന്നു അകത്ത് കടന്ന അവസാനം കാണാൻ സേവകന്മാരോട് കൂടെ ഇരുന്നു. ക്രിസ്ത്യാനികൾക്ക് എല്ലാം പറ്റുന്ന 2 പ്രശ്നമാണിത്. ഒന്ന്, ദൂരമേ അനുഗമിക്കുക. ലൂക്കോസ് പറയുന്നത് പീറ്റർ ഫോളോഡ് ഇൻ എ ഡിസ്റ്റൻസ് എന്നാണ്. ക്രിസ്ത്യാനിയുടെ വാക്കിന്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. ദൂരമേ അനുഗമിക്കാനല്ല നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് 10 പേരെ തെരഞ്ഞെടുക്കുന്നതിന് വേദഭാഗം വേദപുസ്തകത്തിലുണ്ട്. ഞാൻ അതിന്റെ ആദ്യ ഭാഗം പറയാം. ആരെങ്കിലും പൂരിപ്പിക്കാമോ? പൂരിപ്പിക്കുന്നവർക്ക് ജിജിയ സമ്മാനം തരും. അവൻ ഡാഷ് 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 10 വരെ നിയമിച്ചു.
മുംബൈ സെൻട്രലുകാരുടെ വേദപരിജ്ഞാനം പരിശോധിക്കാം. അവൻ ഡാഷ് 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 പന്തിൽ വരെ നീക്കി. ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ മതി. അവൻ എന്തോ അക്ഷരെ കൊടുക്കണേ. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 10 പേരെ നിയമിച്ചെന്നാണ് വാക്യം. വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? അവൻ തന്നോട് കൂടെ ഇരിപ്പാനും. നമ്മളെ എന്തിനാ വിളിച്ചേ? തന്നോട് കൂടെ ഇരിക്കാൻ. പത്രോസ് അനുഗമിക്കുന്നത് എവിടെയാണ്? ദൂരവേ അനുഗമിച്ചു. ദൂരവേ അനുഗമിക്കുന്നതാണ് നല്ലതല്ലേ? കൂടെ നടന്നാൽ ചില പ്രശ്നമില്ലേ? കർത്താവിന്റെ കൂടെ നടന്നാൽ ഇപ്പോൾ നമ്മൾ പറയുന്നതെല്ലാം നമുക്ക് അറിയാൻ പറ്റില്ല. കർത്താവിന്റെ കൂടെ നടന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ പറ്റില്ല. കർത്താവിന്റെ കൂടെ നടന്നാൽ ഇപ്പോൾ നമ്മൾ പോകുന്നിടത്തെല്ലാം പോകാൻ പറ്റില്ല. അതുകൊണ്ട് പറ്റിയ പണി എന്തുവാ? ഇച്ചിരി ദൂരെ മാറി നടന്നാൽ. ഞാൻ 32 വർഷമായി സഭയിലെ വൈദികനാണ്. 32 വർഷം മുമ്പ് പട്ടം കിട്ടി. എൻ്റെ ആദ്യ പോസ്റ്റിംഗ് ഇപ്പോഴത്തെ മെത്രാപ്പോലീത്തയുടെ സെക്രട്ടറി ആയിട്ടാണ്. അന്ന് കേരളത്തിന് പുറത്തുള്ള എല്ലാ പള്ളികളും ഒറ്റ ഡയസിസാണ്. മുംബൈ ഡൽഹി നാട്ടിലെ മുംബൈ അല്ല, അന്ന് ബോംബെ ഡൽഹി ഭദ്രാസനം. കേരളത്തിന് പുറത്തുള്ള എല്ലാ പള്ളികളും ആ ഭദ്രാസനത്തിലാണ്. ഡൽഹിയിലാണ് അരമന. അപ്പോൾ ഞാൻ തിരുമേനോടൊപ്പം ഡൽഹിയിലാണ് താമസിക്കുന്നത്. അന്ന് 88-ൽ ഞാൻ അമ്പർനാഥിൽ വന്നു. അമ്പർനാഥിൽ ഈശോ തിരുമേനി ഒരു ഭാഷനെ എനിക്ക് ഉദാശ ചെയ്തു. മെത്രാപ്പോലീത്ത അന്നത്തെ ഐരോന്യസേവയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു ആ ശുശ്രൂഷയ്ക്ക് അസിസ്റ്റ് ചെയ്യാൻ. അപ്പൊ തിരുമേനിയുടെ കൂടെ ഇരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകും, മലയാളം പോകും. തിരുമേനിക്ക് കോൺഗ്രസ് ക്ലാസിക് കാറുണ്ട്. തിരുമേനി ഇങ്ങനെ പുറകിൽ ചാരിക്കിടക്കും, ഞാൻ മുമ്പിലേക്കും രാജുവും. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകാനായിട്ട് വന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ, തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഞാനിങ്ങനെ മുമ്പിലിരിക്കും, തിരുമേനി പുറകെ കിടക്കും. 2 വഴിയുണ്ട് കോഴഞ്ചേരിയിൽ നിന്ന് പന്തളത്തെത്താൻ. ഒന്ന് തുമ്പോൺ എൻ്റെ വീടിൻ്റെ അതിൽ പോകാം, ഒന്ന് ആറന്മുള വഴി പോകാം. ഈ 2 വഴി കൂടെ പോയി നമുക്ക് MC റോഡ് നടക്കാം. അപ്പോൾ ഞാൻ അതിൽ കാറെ കയറിയിരിക്കും. പന്തളത്ത് ചെല്ലും വണ്ടി. ഞാൻ 5 വർഷം അടിച്ച് തകർത്ത പന്തളം NSS കോളേജ് പിള്ളേരൊക്കെ അതിലെ പോകും. ഞാൻ നോക്കുന്നില്ല, നോക്കുന്ന പ്രശ്നം നിൽക്കുന്നില്ല. എനിക്കൊരൊറ്റ സ്ഥലമേ ഉള്ളൂ നോക്കാം, അത് തിരുവനന്തപുരം. ഞങ്ങൾ സാധാരണ തിരുവനന്തപുരം കൊട്ടാരക്കര ചെന്ന് അവിടെ ഇറങ്ങി ഒരു മസാല ദോശയൊക്കെ കഴിക്കും. അതിൽ ചെല്ലുമ്പോൾ ഹോട്ടലൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കുന്നില്ല. കാരണം എനിക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, തിരുവനന്തപുരം പോകാം. കേശവാസത്തിൽ ചെല്ലുമ്പോൾ അന്ന് പുതിയ സിനിമ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു ഞാൻ നോക്കുകയില്ല. ഞാൻ നോക്കാം. എനിക്കൊരൊറ്റ ലക്ഷ്യമുള്ളത് തിരുവനന്തപുരം എയർപോർട്ടാണ്. തിരുമേനിയെ പ്ലെയിൻ കയറ്റി വിട്ടിട്ട് ഞാനും കൂടെ തിരിച്ചു വരാം. കേശവാസത്തിൽ വരുമ്പോൾ ഞാൻ ഡൈനൊന്ന് നിർത്തിക്കണം. പിന്നെ ഏതാ സിനിമ എവിടൊക്കെ ഓടുന്നത് എന്ന് നോക്കി കൊട്ടാരക്കര വന്ന് ഒരു ദോശയൊക്കെ കഴിക്കും. കുളത്തോടെ വരുമ്പോൾ ഞാൻ രാജുവിനോട് പറയും നമുക്ക് തുമ്മൂടെ പോകാം. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ചില ദൂരെയുള്ള ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി ഈ കോൺഗ്രസ് ക്ലാസിക് കാർ വീടും. പിന്നെ വീട്ടിൽ വരുമ്പോൾ ഒരാവശ്യമില്ല, എന്നാലും ഞാൻ വീട്ടിൽ വരുമ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ തുമ്പോ നാട്ടിലെ സകല മനുഷ്യരും ചോദിക്കണം ഈ കാറിൽ ആര് വന്നതാണ്. കാരണം അന്ന് ഞങ്ങളുടെ നാട്ടിൽ കോൺഗ്രസ് ക്ലാസിക് കാറ് കണ്ടാൽ ഞങ്ങളെല്ലാവരും ഓടിക്കൂടുന്ന കാലമാണ്. ഒരാവശ്യമില്ല, വീട്ടിൽ പോയി 10 മിനിറ്റ് ഇരുന്നേച്ച് ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് കാറിന് ചുറ്റും ഒരു 50 പേര് കാണും. വലിയ ഗമയില്ല. ഈ കാറിൽ കയറി ഇരുന്നൊരു മോഹമാണ്. എന്താണ് എൻ്റെ അങ്ങോട്ടത്തെ യാത്രയ്ക്കും ഇങ്ങോട്ടത്തെ യാത്രയ്ക്കും തമ്മിലുള്ള വ്യത്യാസം? അങ്ങോട്ടത്തെ യാത്രയ്ക്ക് തിരുമേനി എൻ്റെ ഒപ്പം വണ്ടിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ടും നോക്കില്ല, എനിക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, തിരിച്ചു വന്നപ്പോൾ തിരുമേനി എൻ്റെ വണ്ടി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് സൗകര്യമുള്ളിടത്ത് നോക്കുകയും സൗകര്യമുള്ളിടത്ത് നിർത്തുകയും ചെയ്യുന്ന ക്രിസ്ത്യാനിയെ ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നീ ദൈവത്തിന്റെ കൂടെ നടക്കുകയാണെങ്കിൽ ഇന്ന് നീ പറയുന്നതൊന്നും നിനക്ക് പറയാൻ പറ്റില്ല, ഇന്ന് നീ ചെയ്യുന്നതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല, ഇന്ന് നീ കയറുന്നിടത്തൊന്നും നിനക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് സുഖമേതാ? ദൂരെ മാറി നടക്കുക. ഒരു കാര്യം ഞാൻ ഈ രാത്രി ഓർമ്മിക്കട്ടെ, നീ കർത്താവിൽ നിന്ന് ദൂരെ മാറി നടക്കാനാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ ജീവിതം പരാജയപ്പെടും.
കർത്താവിനോട് ചേർന്ന് നടക്കാൻ താല്പര്യമുള്ള ആളുകളെയാണ് ദൈവത്തിന് ആഗ്രഹം. ഞാൻ കർത്താവിൻ്റെ കൂടെ നടക്കുന്നു എന്ന് പറയുകയും വളരെ ദൂരെ മാറി നടക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ അവസ്ഥയാണ് എന്ന് ഈ രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൗ ഫാർ ആർ യു ഫ്രം ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്? ഹൗ ഫാർ ആർ യു ഫ്രം അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്? നല്ല മാർത്തോമക്കാരാണ്, പാരമ്പര്യം പറയാനുണ്ട്, 40 വർഷം 50 വർഷത്തെ ചരിത്രം പറയാനുണ്ട്, ഭദ്രാസനത്തിന്റെ വലിപ്പം പറയാനുണ്ട്, ഭദ്രാസനം നമ്മൾ വഹിച്ച പോസ്റ്റുകൾ എണ്ണി വെക്കാൻ കഴിയും കാണും. പക്ഷേ ഹൗ ഫാർ ആർ യു ഫ്രം അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്? നിന്റെ ജീവിതത്തിന്റെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് നീ എന്തുമാത്രം അകലെയാണ് നടക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് എന്ന കാര്യം മറക്കരുത്. പത്രോസിന്റെ അടുത്ത അബദ്ധം, അവൻ മഹാപുരോഹിതന്റെ അരമനയുടെ മുറ്റത്ത് കയറിയിരുന്നു. എന്തിനാ കയറിയിരുന്നത്? യേശുവിന്റെ അവസാനം കാണാൻ. 3.5 വർഷം പുറകെ നടന്നവനാണ്. 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്ന് എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചവനാണ്. എല്ലാ പേരും പെരുമയും കിട്ടിയവനാണ്. അവൻ എന്തിനാണ് കയറിയിരിക്കുന്നത്? അവസാനം കാണാൻ കയറിയിരിക്കുകയാണ്. ഇതിനേക്കാൾ ഒരു മനുഷ്യൻ അധപ്പതിക്കാൻ എന്താണ്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. പത്രോസ് ഒരു കാരണവശാലും ഈ മഹാപുരോഹിതന്റെ അരമനയുടെ മുറ്റത്ത് കയറിയിരിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വാചകം ഇതാണ്: ഒരു ദൈവവൈതൽ ഇരിക്കരുതാത്ത ചില സ്ഥലങ്ങളുണ്ട്. ആ ഇരിക്കരുതാത്ത സ്ഥലത്ത് ഒരു ദൈവവൈതൽ കയറി ഇരിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തെ പരാജയപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എല്ലായിടത്തും ഇരിക്കാൻ വിധിക്കപ്പെട്ടവരല്ല നമ്മൾ. സങ്കീർത്തനം തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ അല്ലേ? 1-ാമത്തെ സങ്കീർത്തനം പറയുന്നത് എന്താണ്? Blessed is the one who does not walk according to the counsel of the wicked, who does not sit at the seat of the scoffers. അല്ലേ? ശരിയല്ലേ? എന്താ പറയുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം എന്നതാ? പാപിയുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. 3 കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? നടപ്പ്, നിൽപ്പ്, ഇരിപ്പ്. നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. പിന്നെ ചെയ്യും? നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. പിന്നെ പ്രശ്നം പിന്നെ കിടക്കുള്ളൂ മാറും അല്ലേ? അങ്ങനെയാണെങ്കിൽ നിന്റെ നടപ്പ് സൂക്ഷിച്ചില്ലെങ്കിൽ, നിന്റെ നിൽപ്പ് സൂക്ഷിച്ചില്ലെങ്കിൽ, നിന്റെ ഇരിപ്പ് സൂക്ഷിച്ചില്ലെങ്കിൽ കിടപ്പായി പോകും. ഓർത്തോണം. 1-ാം സങ്കീർത്തനം നമ്മളെ ഓർമ്മിപ്പിക്കാം. നീ ഇരിക്കരുതാത്ത ചില സ്ഥലങ്ങൾ ഉണ്ട്. അവിടെ കയറി ഇരുന്നാൽ എന്തോ പറ്റും? നമ്മൾ ഇരിക്കരുതാത്ത സ്ഥലത്ത് ഇരുന്നാൽ എന്തോ പറ്റും എന്ന് നോക്കിയിട്ട് നമുക്ക് രാത്രി നമ്മുടെ ധ്യാനം അവസാനിപ്പിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ദൈവസന്നിധി നിൽക്കുമ്പോൾ, ദേവാലയത്തിനായിരിക്കുമ്പോൾ, ഒരു ദൈവവൈദ്യനായി ജീവിക്കുമ്പോൾ നമ്മൾ ഇരിക്കരുതാത്ത ചില സ്ഥലങ്ങളുണ്ട് എന്ന് ഈ രാത്രി ഇരുന്നാൽ എന്ത് പറ്റും എന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നു. 71, 69, 70 വാക്യങ്ങൾ ആദ്യമായി. 20-ാം അധ്യായം 69, 70 വാക്യങ്ങൾ. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്ത് ഇരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു. ആരാ വന്നേ? അയ്യേ കഷ്ടം. ഇതുവരെ ആരാ കൂടിയിരുന്നേ? യാക്കോബ്, യോഹന്നാൻ, യേശു ഒക്കെ കൂടെ അല്ലേ? ഇപ്പൊ ഇരിക്കരുതാത്ത സ്ഥലത്ത് കയറി ഇരുന്നപ്പോ ആരാ വന്നേ? അവന്റെ അടുത്ത് പുതിയൊരു കമ്പനി കിട്ടി. ആരാണ്? ഒരു വേലക്കാരത്തി വന്ന് ഡയലോഗിൽ ഏർപ്പെടുകയാണ്. എന്തുവാ? നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന്റെ പത്രോസിന്റെ മറുപടി, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. ആരോടാ? എല്ലാവരും കേൾക്കെ തള്ളി പറഞ്ഞു. ആരോടാ പറഞ്ഞു? വേലക്കാരത്തി പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓർക്കുന്നുണ്ടോ? ഇവൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ കൊച്ചു കാഴ്ച പുള്ളിയാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. വീക്കിയ പാർട്ടിയാണ്. ഇപ്പൊ പറയണ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. ഓക്കേ, എന്താ കാര്യം? ഇരിക്കരുതാത്ത സ്ഥലത്ത് കയറിയിരുന്നാൽ വരരുതാത്ത കമ്പനികൾ വരും. വന്നു കഴിയുമ്പോൾ എൻ്റെ കർത്താവിനെ തള്ളി പറയേണ്ട ഗതികേട് നിനക്കുണ്ടാകും. പത്രോസ് പറയാണ്, നീ പറയുന്നത് എന്താണെന്ന്
എനിക്ക് എത്തിയിരിക്കുന്നത്. പത്രോസ് അവിടുത്തെ ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയി. ഫ്രം ദ കോർട്ട്യാർഡ് ടു ദ ഗേറ്റ്. അവിടുത്തെ ട്രാൻസ്ഫർ സംഘടനയിൽ പത്രോസ് സ്ഥലം വിട്ടു. വായിച്ച അടുത്ത വാക്യം. പിന്നെ അവൻ പഠിപ്പനയിലേക്ക് പുറപ്പെട്ടു. ആരാ വന്നേക്കനെ? മറ്റൊരുത്തി. അടുത്ത കമ്പനിയാണ്. യേശുവിന്റെ പുറകെ നടന്നവനാണ്. അപ്പൊ കൊണ്ട എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നവനാണ്. ഇരിക്കാത്ത സ്ഥലത്ത് പോയി ഇരുന്നപ്പോ അടുത്ത കമ്പനി വന്നു. ആരാണ്? മറ്റൊരുത്തി. മറ്റൊരുത്തി വന്നിട്ടുണ്ടെങ്കിൽ അവനെ കണ്ട് അവിടെയുള്ളവരോട് ഇവനും നസറേയനായ യേശുവിനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. പറയാൻ പറഞ്ഞത് ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ രണ്ടാമതും ആണയോടെ തള്ളി പറഞ്ഞു. ഇപ്പൊ ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. എന്തുവാ? ആണയോടെ തള്ളി. നിങ്ങൾക്ക് ആണയുടെ അറിയാമോ? ആണയിട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. നിങ്ങളൊക്കെ പരമശുദ്ധരായതുകൊണ്ട് ആണയിട്ടിട്ടില്ല. ഞങ്ങളൊക്കെ മഹാഭാവികളായിട്ട് ആണയിട്ടിട്ടുണ്ട്. പത്രോസ് പറഞ്ഞ ഓർത്ത്, പത്രോസ് ആരാന്ന് ഓർത്തോണം. ആരാ? സ്വർഗത്തിന്റെ താക്കോൽ ദൈവതമ്പലം കൈ കൊടുത്ത പാർട്ടിയാണ് അല്ലേ? വലിയ മുഴുവെടുക്കനാണ്. അവൻ ഇരിക്കാത്ത സ്ഥലത്ത് കയറി അല്പനേരം റെസ്റ്റ് എടുത്തതാണ് കുഴപ്പം. ഉടനെ കൂട്ടുകാർ വന്നു. ആ കൂട്ടുകാരോട് പറഞ്ഞു, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്നത്. അടുത്ത ആൾ വന്നപ്പോ അവന്റെ അടുത്ത വാചകമാണ്. എന്താണ്? ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്നാൽ ആണയോട് തലപ്പറഞ്ഞു. എങ്ങനെ ആണയോട് തലപ്പറഞ്ഞെന്ന് അറിയാമോ? ഇതിൽ ഇങ്ങോട്ട് നോക്കിയത് പോകാതെ ആണയുടെ കാര്യം. പത്രോസ് പറഞ്ഞു, എന്റെ ദൈവത്തിനോട് എനിക്ക് അവനെ അറിയത്തില്ലേ? ആരെന്ന് പറഞ്ഞ്? കഷ്ടം അല്ലേ? ഇങ്ങനെ അവിടെ നിൽക്കുമ്പോ അടുത്തൊരു വാർത്ത വന്നു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്ത് വന്ന രണ്ട് പെണ്ണുങ്ങളോട് വർത്താനം പറയുന്ന കണ്ടപ്പോ നാട്ടിലെ ചെറുപ്പക്കാരന്മാരോട് പറയാം, ഇതിവനാരാന്ന് അറിയണമല്ലോ. ഞങ്ങളുടെ വന്ന കണ്ട ആളുകളോടൊക്കെ ഇങ്ങനെ വർത്താനം പറയുന്നല്ലോ. അതുകൊണ്ട് അടുത്ത് നിന്നവരെല്ലാം അവന്റെ അടുത്ത് വന്നു. ഇവൻ എന്നാ ഈ ഡയലോഗ് അടിക്കുന്നെന്ന് അറിയണം. അടുത്ത് വന്നിട്ട് അവർ പറയുകയാണ്, എന്താ? നീ അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം. എങ്ങനെ മനസ്സിലായി? നിന്റെ ഉച്ചാരണവും കൂടെ അത് വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവന്റെ ആക്സെന്റ് കേട്ടപ്പോ മനസ്സിലായി ഇവൻ ഏതാണ് പാർട്ടി. ഈ ബോംബെ താമസിക്കുന്നവർക്കൊക്കെ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 30 വർഷം മുമ്പാണ് ഇവിടെ ഇരുന്നത്. ഇപ്പൊ എനിക്ക് നല്ല നിശ്ചയം. എന്തായാലും കാണുമ്പോൾ അറിയാം. നമ്മുടെ വർത്താനമൊക്കെ കേട്ടാൽ തോന്നുന്നു നമ്മൾ ക്ലിന്റന്റെ മകളുടെ മോളാന്ന് തോന്നുന്നു. കൊടകരട്ടിൽ നിന്ന് വന്ന റാന്നിയുടെ അപ്പുറത്ത്. പക്ഷെ ഇപ്പോഴത്തെ ആക്സെന്റ് കേട്ടാൽ ഭയങ്കര കാച്ചാണ് അല്ലേ? അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിൽപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ട്രംപ് പ്രസിഡന്റ് ആയി പോയി അല്ലെങ്കിൽ ആയിപ്പോയ അവസ്ഥയാണ്. പക്ഷേ രാത്രി വേറെ ദിവസം വിളിച്ചു വന്നിട്ടുണ്ട്. നിന്റെ ആക്സെന്റ് കേട്ടാൽ അറിയാം നീ ഏതാ പാർട്ടി. ഞാൻ 94-ലാണ് പഠിക്കാൻ അമേരിക്കയിൽ പോകുന്നത്. ഈ തിരുവനന്തപുരം അമേരിക്കയിൽ പഠിക്കാൻ 12 NSS കോളേജാണ് പഠിച്ചത്. ഡിഗ്രി വരെ 12 NSS കോളേജ് പഠിക്കാൻ ഭാഷയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ? ഭയങ്കര ഇംഗ്ലീഷായിരുന്നു. ഭയങ്കര ഇംഗ്ലീഷ്. അന്ന് സെമിനാരി കോട്ടയത്താണ് പഠിച്ചത്. കോട്ടയം സെമിനാരി പഠിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. അവിടെ ഇംഗ്ലീഷേ പറയാൻ പറ്റത്തുള്ളൂ. മലയാളം പറയാൻ ഫൈൻ അടിക്കും. അതുകൊണ്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മീറ്റിംഗ് വല്ലതും കൂടി എന്താ വേണം? ഇംഗ്ലീഷ് പറയണം. അവിടെ ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല വർഷം 3 വർഷം ഒറ്റ വാക്ക് വേണ്ടിയിട്ടില്ല. ഇത്രയും ഡിസിപ്ലിനുള്ള ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് മര്യാദക്കാരുള്ള. പക്ഷെ എന്തെങ്കിലും ചുമതല ഏറ്റ് കഴിഞ്ഞാൽ എഴുന്നേറ്റ് അനൗൺസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല. എൻ്റെ ഒരു കൂട്ടുകാരനാണ് അന്നത്തെ സ്പോർട്സ് സെക്രട്ടറി. വൈകുന്നേരം ഒരു മഴക്കോളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം അനൗൺസ് ചെയ്യണം. സിമ്പിൾ അനൗൺസ്മെന്റ് ആണ്. മഴ ഉണ്ടെങ്കിൽ ഇന്ന് കളിയില്ല, മഴ ഇല്ലെങ്കിൽ ഇന്ന് കളിയുണ്ട്. ഇത്രയും പറഞ്ഞാൽ മതി. എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒരു പിടിയില്ല. എന്ത് പറയണമെന്ന് ഒരു രക്ഷയില്ല. അപ്പൊ മുമ്പിൽ ഇരിക്കുന്ന എന്നെ ധൈര്യമായിട്ട് നോട്ടം നോക്കി. ഞാൻ അന്നേ ഭാഷാവിദഗ്ധനായതുകൊണ്ട് ഞാൻ അഡ്വൈസ് കൊടുത്തു. കച്ചിട്ടുള്ളതാണ്. യെസ് മാഡം, നോ കളി, നോ മഴ. ഇതാണ് ഇംഗ്ലീഷ്. ഈ ഇംഗ്ലീഷ് പഠിക്കാൻ അമേരിക്കയിൽ പോയിരിക്കുക പഠിക്കാൻ. അവിടെ തന്നെ ഈ സാഹിബ് എന്തോ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ തന്നെ 6 മാസം എടുത്തു. എന്നെ സങ്കടപ്പെടുത്തിയ വിഷയമാണെന്ന് പറഞ്ഞു. അവിടുത്തെ ഭക്ഷണമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കഫറ്റീരിയ എന്നൊക്കെ പറയുന്നത് 1 കിലോമീറ്റർ നീളമാണ്. ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുക. 5:30 മണിക്ക് ഡിന്നർ,
6 മണിയാകുമ്പോഴത്തേക്ക് മെസ്സ് അടയ്ക്കും. അതിന് മുമ്പേ പോയി വല്ലതും തിന്നേച്ച് പോകണം. നമ്മൾ 10 മണിക്ക് വെട്ടി വീഴി ജീവിച്ച പാർട്ടിയാണ്. 5:30 ചെന്ന് കയറി നോക്കുമ്പോഴാണ് കണ്ണ് നിറഞ്ഞു പോകണം. കാരണം ആദ്യം എല്ലാം ആടിന് കൊടുക്കുന്ന ചപ്പോ എല്ലാം ഇറക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇതുപോലെ തിന്ന് ശീലമുണ്ടോ? ഇപ്പോഴാണ് നമുക്ക് നമ്മൾ കഴിക്കും. സാധനം സാധനം കഴിക്കും. ഞാനിങ്ങനെ നടന്ന് ഇല വേണ്ടാന്ന് വെച്ചു മുന്നോട്ട് പോയി കോഴിയിറച്ചി നോക്കിയോണ്ട് സാഹിത്യനേക്കാൾ വെളുത്തതാണ്. നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിയിറച്ചി തന്നെ നമ്മളെ നോക്കിയൊക്കെ ചിരിക്കാം. എങ്ങനെ എടുത്ത് കഴിക്കും? ഉപ്പില്ല, മുളകില്ല, ഒരു സാധനമില്ല. നടന്ന് മുന്നോട്ട് ചെന്നപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു പാർട്ടി ഇരിക്കുന്നു. പക്ഷെ എന്നാലും ഇരിപ്പോട്ടോ വലിയൊരു സംശയം. ഞാനപ്പോൾ അവിടെ നിന്നാണ് വിളിച്ചു, വാട്ട് ഈസ് ദിസ്? ഞാൻ പെരേരോ വാട്ട് പെരേരോ. ഒരു CSI അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. തോമൻ പൊട്ടാറ്റോ ആണ്. നമ്മുടെ 12 NSS പോലെ പഠിച്ച് പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ ചെവി പിടിച്ചിരിക്കും. സായി പറയുന്ന പെരേരോ. എൻ്റെ ആക്സന്റ് കേട്ടാൽ അറിയാൻ പറ്റിയ ഏതാ പാർട്ടിന്. കൂടുതൽ ഡയലോഗ് അടിക്കരുത്, അംഗീകരിക്കരുത്. പത്രോസിനോട് പറഞ്ഞു, മോനെ ഉച്ചാരണവും കൂടെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഷ കേട്ടാൽ ആളുകൾക്കറിയാം നമ്മൾ ആരാണെന്നും എന്താണെന്നും. അതിന് മീതെയാണ് ഭാവിക്കരുത്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. 19 വർഷം ഈ സഭയിൽ ശുശ്രൂഷ ഒരാളായതുകൊണ്ട് നിങ്ങളുടെ സ്ഥലം പേര് ചോദിച്ച് സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ തന്നെ പകുതി കാര്യങ്ങൾ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രാപ്തി നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ ഭാവം കണ്ടാലോ വടക്കൻ കേരളത്തിലൊക്കെ ഞാൻ അലക്സാണ്ടർ മാർത്തോമാ തിരുമേനിയുടെ കൂടെ വടക്കൻ കേരളത്തിൽ ഒരു സ്ഥലത്ത് പോയി. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി എന്ന അവൈലബിൾ അല്ല, അതുകൊണ്ട് എന്നെ കൂടെ കൊണ്ടുപോയി. ഞാൻ കൂടെ പോയി. അവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഈ മദിനാപുരെ പോലെ കടഞ്ഞ പാർട്ടികളൊന്നുമല്ല. നല്ല ശുദ്ധരായ മനുഷ്യരാണ്. ഇപ്പോൾ ട്രസ്റ്റ് എങ്ങാണ്ട് അത്യാവശ്യ കാര്യത്തിന് പോകണം. കുർബാന കഴിഞ്ഞ് തിരുമേനി ഞങ്ങൾ സേവനിരിക്കാം. ഉടനെ ട്രസ്റ്റ് കപ്പ്യാരെ എൻ്റെ ഏറ്റിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കാൻ പുള്ളി അങ്ങോട്ട് പോയിരിക്കുകയാണ് സാധനം വാങ്ങിക്കാൻ. ഞങ്ങൾ കാപ്പ് കുടിച്ചോണെങ്കിൽ പുള്ളി തിരിച്ചൊരൊറ്റ വരവാണ്. ഒറ്റത്തുനിന്ന് ചോദിക്കാം, തിരുമേനിക്ക് തിരിച്ചു കൊടുത്തോടാ. ഒറ്റ ചോദ്യമാണ്, തിരുമേനിക്ക് തിരിച്ചു കൊടുത്തോളൂ. ഞാനത് കേട്ടപ്പോഴേ എനിക്ക് തമ്മിൽ പോയി. എന്ന് തിരുമേനി വായിച്ചാൽ വിഷമിക്കട്ടെ. ഇവിടുത്തെ ഏറ്റവും മര്യാദയായിട്ട് പറഞ്ഞു കേട്ടു. നീ ഏത് നാട്ടുകാരിയാണെന്ന് എൻ്റെ വർത്തമാനം കേട്ടാൽ മറക്കരുത് കേട്ടോ. ഇവിടെ കുറെ നാളായപ്പോഴത്തേക്ക് നമ്മൾ ആരാണ്ടായി എന്ന് വിചാരിച്ച് നമ്മുടെ ഈ ഡയലോഗും കൊണ്ട് നടക്കരുത്. പത്രോസ് ഈ രാത്രി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിന്റെ ആക്സെന്റ് കേട്ടാൽ അറിയാം നീ ആരാണ്. അത് കേൾക്കുക പത്രോസിനെ പിടിച്ചിരിക്കാൻ വയ്യാതെ വന്നു. പിന്നെ പത്രോസിന്റെ മറുപടി 74-ാമത്തെ വാക്യം. അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഒരല്പം കൂടെ ഡെവലപ്മെന്റ് കൊടുക്കും. എന്തോ പ്രാകാന്തോടെ തുടങ്ങി. പ്രാകാൻ തുടങ്ങിയതോ പറഞ്ഞു ഞാൻ കാണിച്ചാൽ എന്തായാലും പ്രസംഗിച്ച് പോയില്ലേ. അവിടെ വേണമെങ്കിലേ പത്രോസിനോട് നീ ആ മനുഷ്യന്റെ കൂടെ ഉള്ളതാണ്. പത്രോസ് മുടിഞ്ഞു മാറപ്പെട്ടു. ദൈവത്തിലാണ് എനിക്ക് അവൻ ആരെയാണ് യേശുക്കാരനെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ഇരിക്കരുതാത്ത സ്ഥലത്ത് പോയില്ല. എൻ്റെ കർത്താവിന് നാണക്കേടാണ്. നിന്റെ ഭാഷകളും നിന്റെ പെരുമാറ്റങ്ങളും നിന്റെ വർത്തമാനങ്ങളും എൻ്റെ കർത്താവിന് നാണക്കേടുണ്ടാക്കുന്ന. ഒരു പക്ഷേ നിനക്ക് നാണമില്ലായിരിക്കാം, നിനക്കത് പ്രശ്നമില്ലായിരിക്കാം. എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് നാണക്കേടാണ് എന്ന് ഈ രാത്രി ഞാൻ ഓർമ്മിപ്പിക്കാം. അതുകൊണ്ട് ഒരു ദൈവത്തിൽ ഇരിക്കരുതാത്ത ചില സ്ഥലങ്ങൾ ഉണ്ട്. അന്ത്യനാളുകളാണ് നാം ആയിരിക്കുന്ന രംഗത്ത് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യുകയും നമ്മൾ ഇരിക്കേണ്ട സ്ഥലങ്ങളിലാണോ ഇരിക്കുന്നത് എന്ന് ഓർക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ലൂക്കോസ് 22:61 ഈ ഭാഗം പറയുമ്പോൾ ഉടനെ കോഴിപ്പോകിയപ്പോൾ യേശു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി എന്നെഴുതിയിരിക്കുന്ന വായന. യേശു തിരിഞ്ഞ് പത്രോസിനെ ആ നോട്ടം സഹിക്കവയ്യാതെ പത്രോസ് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നോട്ടം പത്രോസിന്റെ ഹൃദയത്തിലൂടെയാണ് കടന്നുപോയത്. യേശുവിന്റെ പുറകെ നടന്നവനാണ്. മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞാൽ അവൻ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇരിക്കരുതാത്ത സ്ഥലത്ത് കയറിയിരുന്നത് കൊണ്ട് അവന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തലയിൽ പൊൾക്കിരീടമടിച്ച കർത്താവ് തന്റെ തിരുനെറ്റിയിലൂടെ ഒഴുകുന്ന രക്തം കണ്ണുകളിലൂടെ ഒഴുകി ചുവന്ന കലങ്ങിയ കണ്ണുകളുമായി പത്രോസിന് ഒരു നോട്ടം. പത്രോസിന് ആ നോട്ടം സഹിക്കവയ്യാതെ അവൻ പുറത്തിറങ്ങി
അതിദയനീയമായി നിലവിളിക്കാൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്തം വാർന്നു വീഴുന്ന ആ മുഖത്ത് ആർദ്രമായ ഒരു നോട്ടം. നമ്മൾ ഒരു സമയം നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ അഹങ്കാരം കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ പരാജയം കൊണ്ട് നാം ആരോ ആണ് എന്ന് ധരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് കയറിയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം കരഞ്ഞു കരഞ്ഞ കണ്ണുകളുമായി നിന്നെ നോക്കുന്നുണ്ട്, മറക്കരുത്. പത്രോസിന് ആ കണ്ണ് കണ്ടു നിൽക്കാൻ കഴിയാതെ പോയി. പത്രോസിനെ നമ്മൾ പിന്തുടർന്നാൽ ഈ നോട്ടം എന്തുമാത്രം പത്രോസിനെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നുവെന്ന് തുടർന്നുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പല പ്രാവശ്യം കണ്ടിട്ടും പത്രോസിന് കരഞ്ഞു കരഞ്ഞ കണ്ണുകളുമായി തന്നെ നോക്കി യേശുവിന്റെ മുഖമാണ് മനസ്സിൽ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് മാളികമുറിയുടെ നടുവിൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞതാണ്. പക്ഷെ പത്രോസിന് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോഴും പത്രോസിന്റെ നോട്ടം യേശുവിന്റെ കരഞ്ഞു കരഞ്ഞ കണ്ണുകളിലേക്കാണ്. 8 ദിവസം കഴിഞ്ഞ് തോമസുമായി ഒരുമിച്ചിരിക്കുമ്പോൾ യേശു വീണ്ടും വന്ന് നടുക്ക് നിന്നുകൊണ്ട് തോമസിനോട് നിന്റെ കൈ നീട്ടി എന്റെ മുറിവുകളെ തൊടുക എന്ന് പറഞ്ഞത് കണ്ടുകൊണ്ടിരുന്ന പത്രോസാണ്. പക്ഷേ പത്രോസിന് അപ്പോഴും യേശുവിന്റെ കരഞ്ഞു കരഞ്ഞ കണ്ണുകളാണ് അവന്റെ മുമ്പിൽ തെളിഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത്രയൊക്കെ പ്രാവശ്യം കർത്താവിനെ കണ്ടിട്ടും പത്രോസ് പറയാണ്, ഞാൻ എൻ്റെ പഴയ തൊഴിലിലേക്ക് മടങ്ങി പോകാൻ. പത്രോസിന് കുലിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ദൈവത്തെ കൂടാതെ, ദൈവത്തെ തള്ളി പറയുന്ന, ദൈവത്തിന് നാണക്കേടുണ്ടാക്കുന്ന രംഗങ്ങളിൽ നമ്മുടെ ജീവിതം അമ്പയെ പരാജയപ്പെടുമെന്ന് പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പിടിപിടിക്കനായ പത്രോസ്, എക്സ്പെർട്ട് ഫിഷർമാൻ, തന്റെ കൂട്ടുകാരോട് ചേർന്ന് മീൻ പിടിക്കാൻ പോകുന്ന രംഗമാണ് പിന്നെ നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ ഈ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ ഈ ഭാഗം മനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട്. ഒരു രാത്രി മുഴുവൻ പത്രോസും കൂട്ടുകാരും ഗലീലക്കടലിൽ അരിച്ചു പെറുകിയിട്ട് ഒരു മീനെ പോലും കിട്ടിയില്ല. എന്റെ കർത്താവിനെ ദുഃഖിപ്പിച്ച്, എന്റെ കർത്താവിന്റെ കണ്ണുകൾ നനയിച്ച് നീ ഏത് ജീവിത രംഗങ്ങളിൽ പോയാലും, എത്ര മിടുക്കനായാലും, എത്ര കെങ്കേവനായാലും പരാജയമുണ്ടാകും എന്ന് ഈ രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഇത്രയും മിടുക്കനായ ഗലീലക്കടലിൽ ഓരോ മുക്കും മൂലയും അറിയാവുന്ന, ഏത് സ്ഥലത്ത് ഏത് മീനെ കിട്ടുമെന്ന് അറിയാവുന്ന പത്രോസ് ഒരു രാത്രി മുഴുവൻ ഗലീലക്കടൽ അരിച്ചു പെറുക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. വിഷണ്ണരായി കരയിലേക്ക് വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു വാചകമുണ്ട്, വലതുവശത്ത് നീക്കി വലയെറിയുക. യേശുവാണെന്ന് മനസ്സിലാക്കുന്ന പത്രോസ് എടുത്ത് കടലിൽ ചാടി എന്നാണ് വേദപുസ്തകം എഴുതിയത്. കാരണം യേശുവിന്റെ മുഖത്ത് നോക്കാൻ പ്രാപ്തിയില്ലാതെ പോയി പത്രോസ്. എങ്കിലും അവന്റെ വാക്കിന് മറികടക്കുന്നത് 153 വലിയ മീനുകൾ പിടിക്കുന്നതും നമ്മൾ കാണുന്നു. തുടർന്നുള്ള ഭാഗം വളരെ മനോഹരമായി യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നു, ഈ മീനെ പിടിച്ച് കരയ്ക്ക് വരുമ്പോൾ കർത്താവ് പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? ബർ യോന ശിമോനെ, യോനായുടെ മകനായ ശിമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കും. യേശു ശിമോനെ വിളിക്കുന്ന രംഗം ഓർമ്മയുണ്ടല്ലോ. ശിമോനെ വിളിക്ക് അന്ത്രയോസ് ശിമോനെ കൊണ്ട് യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ യേശു അവനെ അടിമുടി ഒന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ പേര് ചെയ്തതില്ല. അപ്പോൾ ഞാൻ ശിമോൻ എന്നുള്ള പേര് മാറ്റിയിട്ട് നിന്നെ ഞാൻ കേൾപ്പാക്കുന്ന അരാമ്യ ഭാഷയിൽ പത്രോസ് എന്ന ഗ്രീക്ക് പരിഭാഷ നമ്മൾ വിളിക്കുന്ന പേര് മാറ്റിയിട്ടവനാണ് ദൈവം. ശിമോൻ എന്ന് പറയുന്ന പേര് മാറ്റി പത്രോസ് എന്ന് മാറ്റിയിട്ട കർത്താവ് ഇപ്പോൾ 3.5 വർഷം കഴിയുമ്പോൾ പറയാണ്, പത്രോസ് എന്ന പേര് നിനക്കിപ്പോൾ ചെയ്തിരുന്നില്ല. അപ്പോൾ ഈ ശിപ്പ് അവനെ വിളിക്കുന്നത് അവൻ്റെ അഡ്രസ് ചേർത്തിട്ടാണ്. ഇന്നടത്തെ ഇന്നാരുടെ മകനെ. നിന്റെ ആക്സെന്റ് ഏതായാലും സ്വർഗത്തിലെ ദൈവം നിന്നെ വിളിക്കുന്നത് ഇന്നടത്തെ ഇന്നാരുടെ മകനെ, ഇന്നടത്തെ ഇന്നാരുടെ മകളെ എന്നാണ്. വേദോസം ശരിക്ക് വായിക്കണം. യോഹന്നാന്റെ മകനായ ശീമോനെ. ശീമോൻ എന്ന് പറഞ്ഞ പേര് നിനക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് മാറ്റിക്കൊടുത്തവൻ തിരിച്ചു വിളിക്കുകയാണ്. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. പത്രോസിന് മറുപടി, ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. യേശു വീണ്ടും ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ഇന്ന് കർത്താവിന് ചെവി കേൾക്കില്ലേ? ചെവി കേൾക്കാം. പക്ഷെ പത്രോസിനെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കുകയാണ്, ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. മൂന്നാമത് യേശു പത്രോസിനോട് മൂന്നാമതും ചോദിക്കാൻ വ്യസനിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പത്രോസ് കർത്താവിനോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ ആശ്ചര്യമായി വ്യാഖ്യാനിച്ചാൽ ഒറ്റ വാക്ക് ഞാൻ പറയട്ടെ, നീ എത്ര പ്രാവശ്യം
കർത്താവിനെ തള്ളി പറഞ്ഞു. അത്രയും പ്രാവശ്യം നിന്നെ കൊണ്ട് വിളിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട് എന്ന കാര്യം നീ മറക്കരുത്. എത്ര പ്രാവശ്യം നീ എന്റെ കർത്താവിനെ തള്ളി പറഞ്ഞു, അത്രയും പ്രാവശ്യം നിന്നെ കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവൻ വിളിച്ചു പറയിപ്പിക്കും. മറക്കരുത്. പക്ഷെ മൂന്നാം പ്രാവശ്യം പത്രോസ് പറയുന്ന മറുപടി എന്തിനാണ്? എനിക്ക് പ്രിയമുണ്ടെന്നോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നോ ഒന്നും അല്ല പത്രോസ് പറയുന്നത്. പത്രോസ് പറഞ്ഞ വാചകം, കർത്താവേ നീ സകലവും അറിയുന്നല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തകർന്ന തരിപ്പണമായ ഒരു ചെറുപ്പക്കാരൻ യേശുവിനോട് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രയോഗമാണ്, കർത്താവേ ഇനി ഞാൻ കൂടുതൽ വാചകമൊന്നും അണിയുന്നില്ല, നിനക്കെന്നെ നന്നായി അറിയാമല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, God knows us in and out. God knows each and every one of us through and through. അതുകൊണ്ട് നീ കൂടുതൽ ഡയലോഗ് അടിക്കരുത്, ഞാൻ ആരോ ആണോ എന്ന് നീ പഠിക്കരുത്, ഞാനാണ് ഇതെല്ലാം കൊണ്ടു നടക്കുന്നതെന്ന് പറയരുത്. നിന്നെ അകം പുറം അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഇനി ഒരു ഡയലോഗും പറയണ്ട. പത്രോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്, കർത്താവേ യു നോ മീ വെരി വെൽ. ഇത് മാത്രം പറഞ്ഞാൽ മതി. നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ മതിയായ ദൈവം ജീവിക്കുന്നുണ്ട്. നമ്മുടെ ആരാധനയും നമ്മുടെ എല്ലാ ആഴ്ചയും വിളിച്ചു പറയുന്നതാണ്, നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവം നമ്മൾ ജീവിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, നീ ദൈവത്തോട് പറയണം, യു നോ മീ വെരി വെൽ ജീസസ്. എന്റെ കർത്താവേ നിനക്കെന്നെ നന്നായി അറിയാമല്ലോ. ഇന്ന് ഈ ദേവാലയത്തിലിരുന്ന് ദൈവജനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതം പരാജയമാണെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ, നിന്റെ പ്രാർത്ഥനാ ജീവിതം പരാജയമാണെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ, നീ അമിതമായി നിന്റെ കഴിവിൽ അഹങ്കരിക്കുന്ന ആളാണെങ്കിൽ, അമിതമായി നിന്റെ സമ്പത്തിൽ അഹങ്കരിക്കുന്ന ആളാണെങ്കിൽ, നീ ആരൊക്കെയോ ആണ് എന്ന് തോന്നുന്ന ആളാണെങ്കിൽ, നിന്റെ ജീവിതം പരാജയമാണ് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. നീ കർത്താവിനെ ദൂരെ മാറി അനുഗമിക്കുന്ന ആളാണെങ്കിൽ, നീ ഇരിക്കുന്ന സ്ഥലത്ത് കയറി ഇരിക്കുന്ന ആളാണെങ്കിൽ, ഈ രാത്രി നിനക്ക് മാനസാന്തരപ്പെടാൻ ഒരു അവസരമുണ്ട്. ജീവൻ ഇപ്പോൾ ബാക്കിയുള്ളത് കൊണ്ട് നീ അഹംഭാവത്തോടെ ജീവിച്ചാൽ മരിക്കുന്നതിന് മുമ്പേ നീ മരിച്ചവനാണെന്ന് തിരുവേനി ആദ്യം പറഞ്ഞ വാചകം നീ മറക്കരുത്. നിന്റെ മരണത്തിന് മുമ്പേ നീ മരിച്ച ആളാണ്. അഹങ്കാരം കൊണ്ട്, അഹംഭാവം കൊണ്ട് നമ്മൾ ആരോ ആണ് എന്ന് തീരുമാനിച്ച് ഈ ഭൂമി ജീവിച്ചാൽ നിന്റെ ശരിയായ മരണത്തിന് മുമ്പ് തന്നെ നീ മരിച്ചവനാണ് എന്ന യാഥാർത്ഥ്യം മറക്കരുത്. പക്ഷേ നിനക്കും ഉയർത്തുന്ന സ്കോപ്പുണ്ട്. ഒറ്റ വാചകം പറഞ്ഞാൽ മതി, കർത്താവേ നിനക്കെന്നെ നന്നായി അറിയാമല്ലോ. അത് സ്വീകരിക്കുന്ന ഒരു ദൈവം ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവ് അവനെ സ്വീകരിക്കുകയാണ്. അവന്റെ ജീവിതം അവിടെ തീരുകയല്ല. എന്ത് മനോഹരമാണ് ബാക്കി ഭാഗം. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേരാണ് മനസ്സാന്തരപ്പെട്ടത്. നിന്നെ എടുത്ത് ഉപയോഗിക്കാൻ ശക്തനായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നിന്റെ ഏത് പരാജയത്തിന്റെ അപ്പുറത്തും നിന്നെ ദൈവത്തിന്റെ കയ്യിലെ ഇണങ്ങിയ ആയുധമായി ഉപയോഗിക്കാൻ മനസ്സുള്ള, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മുടെ ഇന്ന് ആലയത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയം ഈ ജീവിതത്തിൽ നാളെ ഇതുവരെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് പ്രാർത്ഥനാ ജീവിതത്തിന്റെ പരാജയമാവട്ടെ, അഹങ്കാരമാവട്ടെ, ദൂരെ മാറി അനുഗമിച്ചതാകട്ടെ, ഇരിക്കാത്ത സ്ഥലത്ത് ഇരുന്നതാകട്ടെ, ഇന്ന് രാത്രി നീ ദൈവത്തിന് മുമ്പിൽ നിന്റെ തലകളെ മടക്കി ദൈവത്തോട് യഥാർത്ഥമായി മാപ്പ് പറഞ്ഞാൽ നിന്നെ രക്ഷിക്കാൻ മതിയായ ഒരു ദൈവം, നിന്നെ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തനായ ഒരു ദൈവം, മുമ്പുള്ള പ്രദേശങ്ങളിൽ കർത്താവിന്റെ ജീവനുള്ള സാക്ഷിയായി നിന്നെ നിർത്താൻ കഴിവുള്ളവൻ, മനസ്സുള്ളവൻ, ദയയുള്ളവൻ ഇന്ന് ആലയത്തിൽ വന്നിട്ടുണ്ട്. പ്രൊവൈഡഡ്. ഒറ്റ വാക്ക് പറയണം, കർത്താവേ നിനക്കെന്നെ നല്ലതുപോലെ അറിയാനുണ്ട്. ഇനി അതുകൊണ്ട് ഒരു ഡയലോഗ് കൊണ്ട് പ്രയോജനമില്ല. നമ്മുടെ സ്വന്തം കഴിവുള്ള അഭാവം അകലം വിട്ട് കർത്താവിനെ അനുഗമിച്ചത്, ഇരിക്കരുതാത്ത സ്ഥലത്ത് ഇരുന്നു പോയത്, കർത്താവിനോട് ഏറ്റു പറയാം. അവൻ നമ്മെ അനുഗ്രഹിക്കും. എല്ലാം അറിയുന്ന കർത്താവിനോട് ഏറ്റു പറഞ്ഞാൽ അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തും. അവൻ നമ്മെക്കുറിച്ചും വീണ്ടും സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. 100 സ്വപ്നങ്ങൾ കാണാനുണ്ട് ഇനിയും നമ്മെക്കുറിച്ച് പറഞ്ഞു. Are you ready to submit your life? Are you ready? But how far are you from Jesus? Let's come closer to Jesus and let's submit our life before the Lord. And humbly let us say, God, you know me very well.